ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ ഗണേശ പഞ്ചരത്ന സ്തോത്രമാണ്. സ്തോത്രം എന്ന പദത്തിൽ നിന്നും ഇത് സ്തുതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗണേശ്വരന്റെ സ്തുതിയാണ്. ഗണങ്ങൾക്ക് നാഥനായിരിക്കുന്ന ആദിദേവനായിരിക്കുന്ന ഭഗവാന്റെ സ്തുതിയാണ്. ഇതിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്നും ഈ നാമത്തിൽ തന്നെയുണ്ട്. പഞ്ചരത്നം, രത്നസമാനമായ 5 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഈ സ്തോത്രം രചിച്ചിട്ടുള്ളത് ശ്രീമദ് ആദിശങ്കരാചാര്യ ഭഗവത് പാദരാണ്. അദ്ദേഹത്തെ പോലെ ഒരു മനീഷിയുടെ മനസ്സിൽ നിന്നാണ് ഇത് പിറന്നത് എന്നുള്ളത് കൊണ്ട് ഈ സ്തോത്രത്തിന്റെ മഹിമ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇതിന്റെ ഓരോ ശ്ലോകങ്ങൾക്കും മന്ത്രസമാനമായ വൈഭവമുണ്ട്. ഭഗവത് പാദർ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ഇതിന്റെ ഒടുവിൽ 6ാമത്തെ ശ്ലോകമായിട്ട് ഇതിന്റെ ഫലശ്രുതിയും ചേർത്തിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ സ്തോത്രമാണിതെന്ന് സാധകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ ഫലശ്രുതി കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഈ സ്തോത്രത്തോടുള്ള ആദരവ് വർദ്ധിക്കും. അങ്ങനെ ആദരവ് വർദ്ധിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ സ്തോത്രത്തെ ജപിക്കാൻ നമുക്ക് സാധിച്ചാൽ ഗണപതി ഭഗവാന്റെ വരപ്രസാദം സുനിശ്ചിതമായും ലഭിക്കും. ഇതുറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ 5 ശ്ലോകങ്ങളെയും ഓരോന്നോരോന്നായി ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം ആ ഭഗവാൻ ഗണപതി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്. ഓം മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശു നാശകം നമാമിതം വിനായകം. ഇവിടെ ആദ്യമായി പറയുന്നത് മുദാകരാത്ത മോദകം എന്നാണ്. ഈ പദത്തെ നമുക്ക് 2 രീതിയിൽ പിരിക്കാം. ഒന്ന്, മുദ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി, കര കയ്യിൽ, ആത്ത വെച്ചിട്ടുള്ള ധരിച്ചിട്ടുള്ള മോദകം. മോദകത്തെ തൻ്റെ കയ്യിൽ വളരെ സന്തോഷത്തോടെ പിടിച്ചിരിക്കുന്നവൻ, ആ ഭഗവാന് നമസ്കാരം എന്നൊരർത്ഥമെടുക്കാം. മോദകം എന്നുള്ളത് ഒരു മധുര പലഹാരമാണ്. ഭഗവാന് വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു പലഹാരം കയ്യിൽ ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് സാമാന്യമായി ഒരു അർത്ഥമെടുക്കാം. ഇവിടെ മുദാകര ശബ്ദത്തിനെ ഏക ശബ്ദമായി എടുത്താൽ മുദയെ ജനിപ്പിക്കുന്ന, അതായത് സന്തോഷത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള മോദകത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മോദകം ധരിച്ചിട്ടുള്ളത് സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്നൊരു ധ്വനി അവിടെ ഉണ്ടാകും. ആർക്കാണ് ഇത് സന്തോഷത്തെ ഉണ്ടാക്കുന്നത്? ഭക്തർക്കാണ് സന്തോഷത്തെ ഉണ്ടാക്കുന്നത്. എപ്പോഴാണ് ഭക്തന് സന്തോഷമുണ്ടാവുന്നത്? അവൻ ആഗ്രഹിക്കുന്നത് നടക്കുമ്പോഴാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ പല സങ്കല്പങ്ങളും നമ്മുടെ മനസ്സിൽ ജനിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സങ്കല്പങ്ങളും നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. അതിന് പല തടസ്സങ്ങളും ഉണ്ടാകുന്നു. ആ തടസ്സങ്ങളെ എല്ലാം നീക്കി ആ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മെ സഹായിക്കുന്ന ആദിദേവനാണ്, ദേവാദിദേവനാണ് ഭഗവാൻ ഗണപതി. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതെയായി നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ നമുക്ക് സാധിക്കും. ആ നേട്ടമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ആ സന്തോഷത്തെയാണ് മോദകമായി അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മധുര പലഹാരം ഭുജിക്കാൻ ഇഷ്ടമുള്ള ഭഗവാൻ തൻ്റെ കയ്യിൽ ആ പലഹാരത്തെ ധരിച്ചിരിക്കുന്നു എന്ന് സാമാന്യമായും ചിന്തിക്കാം. ധ്യാനിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഭാവത്തിൽ ധ്യാനിക്കാം. എന്നാൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഭക്തരുടെ ആഗ്രഹങ്ങളെ നടത്തിക്കൊടുക്കുന്ന ആ സന്തോഷമാകുന്ന മോദകത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്ന് സൂക്ഷ്മാർത്ഥവും പറയും. അത് കഴിഞ്ഞ് 2ാമത്തെ പദം പറയുന്നു, സദാ വിമുക്തി സാധകം. വിമുക്തിയെ സദാ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. വിമുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ് അർത്ഥം. മുക്തി എന്ന് പറഞ്ഞാൽ തന്നെ മോക്ഷം എന്നാണ് അർത്ഥം. അതിൽ വി എന്ന വിശേഷണം ചേർത്തത് കൊണ്ട് പരമമായ മുക്തി എന്നർത്ഥം എടുക്കാം. പരമമായ മുക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംസാരത്തിലേക്ക് തിരിച്ചു വരേണ്ടാത്ത വിധത്തിൽ ഈ ചക്രത്തെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. നമ്മൾ ജനിക്കുന്നത് സങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ വാസനകൾ ഉണ്ടായി പുതിയ സങ്കല്പങ്ങൾ ജനിക്കുന്നു. ആ സങ്കല്പങ്ങൾ ഒരു കർമ്മബന്ധനമായി നമ്മെ കെട്ടി വീണ്ടും പുതിയൊരു ജന്മത്തിലേക്ക്, ഇവിടുത്തെ ജന്മം തീരുമ്പോൾ പുതിയൊരു ജന്മത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇങ്ങനെ നമ്മളെ ഇവിടെ കുടുക്കി കിടക്കുന്നു. നേരത്തെ കയ്യിൽ മോദകം
നമ്മുടെ സങ്കല്പങ്ങളെ എല്ലാം സാക്ഷാത്കരിക്കുന്നവനാണ്, അതിലൂടെ നമുക്ക് സന്തോഷത്തെ നൽകുന്നവനാണെന്ന് സൂചിപ്പിച്ചതുകൊണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും ഇല്ലാതെയാക്കി ഈ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായ തൻ്റെ തന്നെ സ്വരൂപത്തെ വ്യക്തമാക്കി നമുക്ക് മോക്ഷത്തെയും ഭഗവാൻ നൽകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് സദാ വിമുക്തി സാധകം എന്ന് പറയുന്നത്. സദാ എന്ന് ചേർക്കുന്നത് കൊണ്ട് എപ്പോഴും ഭഗവാന്റെ ഭക്തർക്ക് സദാ മുക്തിയെ പ്രദാനം ചെയ്യാൻ സന്തോഷത്തോടുകൂടി സന്നദ്ധനായിരിക്കുന്ന മൂർത്തിയാണ് ഭഗവാൻ ഗണപതി. അദ്ദേഹം എല്ലാവരെയും മുക്തരാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പരബ്രഹ്മ തത്വം തന്നെ ഒരു രൂപമെടുത്തിരിക്കുന്ന ഭാവമാണ് ഗണപതിക്കുള്ളത്. ഓംകാര സ്വരൂപനാണ് ഭഗവത്. അപ്പൊ അത്രയും മഹിമാവോടുകൂടി അദ്ദേഹം എല്ലാവരെയും മുക്തരാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഭക്തർ ഏത് തലത്തിൽ നിൽക്കുന്നുവോ ആ തലത്തിൽ അവരെ ആദ്യം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കയ്യിൽ മോദകത്തെ ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഭക്തര് തന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ തലം മനസ്സിലാക്കി ആ തലത്തിലുള്ള സന്തോഷം അവർക്ക് നൽകി ക്രമേണ അവരെ മുക്തരാക്കും. അപ്പൊ അവർക്ക് നൽകുന്ന ഓരോ അനുഗ്രഹവും വാസ്തവൽ ആത്യന്തികമായി മുക്തിപ്രദമാണ്. അതുകൊണ്ട് സദാ വിമുക്തി സാധകം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. കലാധരാവതംസകം. അവതംസകം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം എന്നാണ്, ശിരസ് എന്നാണ് അർത്ഥം. അവിടെ കലയെ ധരിച്ചിരിക്കുന്നവൻ. കല എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല. ഭഗവാൻ പരമശിവനെ പോലെ തന്നെ ഭഗവാൻ ഗണപതിയും തൻ്റെ ശിരസിൽ ചന്ദ്രക്കലയെ ധരിച്ചിട്ടുണ്ട്. ചന്ദ്രക്കല പരമാനന്ദാനുഭൂതിയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിന് പല തലങ്ങളുണ്ട്. അതിൻ്റെ പരിപൂർണമായ ഭാവത്തിലേക്ക് നമ്മുടെ ബോധം ഉയരുമ്പോൾ പരമാനന്ദാനുഭൂതി ഉണ്ടാകും. ആ അനുഭൂതിയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ചന്ദ്രകല. ചന്ദ്രനെ കണ്ടാൽ നമ്മുടെ മനസ്സിന് ആഹ്ലാദം ഉണ്ടാകും. അതുകൊണ്ടാണ് പരമാനന്ദത്തിനെ ഉപമിക്കാനായിട്ട് ചന്ദ്രനെ എപ്പോഴും സങ്കല്പിക്കുന്നത്. ഭഗവാൻ പരമശിവൻ ചന്ദ്രകല ധരിക്കുന്നതും ഇതേ അർത്ഥത്തിലാണ്. അപ്പൊ പരമാനന്ദം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനായതുകൊണ്ടും തൻ്റെ ആ അനുഭൂതി ഭക്തർക്ക് ഒരു ബാഹ്യരൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും ഭക്തർക്ക് പരമാനന്ദാനുഭൂതി നൽകുന്നവനായതുകൊണ്ടുമൊക്കെ ഭഗവാൻ ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നു. ഈ പരമാനന്ദം ഭഗവാൻ ഒരു ആഭരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആനന്ദത്തിന്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്തെത്തിയെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമെന്നും ഇവിടെ സൂചനയുണ്ട്. കാരണം ഭഗവാന്റെ അലങ്കാരമാണ്. അപ്പൊ ഭഗവാന്റെ ഒരു ചിഹ്നമായി നമുക്ക് ആനന്ദത്തെ കാണാം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തിന്റെ പാരമ്യത്തിൽ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കണം എന്നൊരു ധ്വനിയും ഇവിടെയുണ്ട്. അതുകൊണ്ട് കലാധരാവതംസകം എന്ന് പറയുന്നു. വിലാസി ലോകരക്ഷകം. ലോകത്തെ രക്ഷിക്കുന്നവനാണ്. എങ്ങനെ? വിലാസിയായിട്ട്, ഒരു കളി പോലെ, ക്രീഡ പോലെ ലോകത്തെ രക്ഷിക്കുന്നവനാണ് എന്നൊരർത്ഥം. ഭഗവാന് ഒരു കർമ്മവും ബാധ്യതയല്ല. എല്ലാം സഹജമായി സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തിലൂടെ നടത്താൻ ഭഗവാന് സാധിക്കും. സത്യസങ്കല്പനാണ് ഭഗവാൻ. സത്യസങ്കല്പൻ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുന്ന മാത്രയിൽ തന്നെ സത്യമാക്കപ്പെടുന്നത്. അത്രയും വൈഭവത്തോടു കൂടി ഇരിക്കുന്ന അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ചെയ്തികളും അദ്ദേഹത്തിന് ക്രീഡയാണ്. നമ്മളൊക്കെ ഓരോന്നും ചെയ്യുന്നത് ഓരോ ആഗ്രഹങ്ങളോട് കൂടിയാണ്. ആ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെ അലറ്റുന്ന സമയത്താണ് കർമ്മമായി പരിണമിക്കുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ വാസ്തവത്തിൽ പരിശ്രമകരങ്ങളാണ് നമുക്ക്. എന്നാൽ ഭഗവാൻ ആഗ്രഹങ്ങളൊന്നുമില്ല. പരിപൂർണ വൈഭവമാണ് ഭഗവാനുള്ളത്. പൂർണ്ണതയാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ തന്നെ പര്യായ പദമാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് എന്ത് ആഗ്രഹം ഉണ്ടാവാനാണ്? ഒരു ആഗ്രഹവുമില്ല. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്തു ചെയ്താലും അത് വെറും കളിയാണ്. ഈ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർ അതിൽ നിന്നും ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ക്രീഡിക്കുകയാണ് ലോകരക്ഷ ഭഗവാനെ സംബന്ധിച്ചു. അപ്പൊ അത്രയും വൈഭവത്തോട് കൂടിയവനാണെന്ന് ഒരർത്ഥം. ഇനി ഇവിടെ വിലാസി ലോകം എന്നത് ഒറ്റ പദമായി എടുത്താൽ വിലാസി എന്ന ശബ്ദം കൊണ്ട് ദേവന്മാരെ സൂചിപ്പിക്കുന്നു. സദാ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പ്രകാശസ്വരൂപത്തോടു കൂടിയവരാണ് ദേവന്മാർ. അപ്പൊ അവരെ വിലാസികൾ എന്ന് വിളിക്കാം. അവരുടെ ലോകം വിലാസി ലോകം. അപ്പൊ ദേവലോകത്തെ രക്ഷിക്കുന്നവനാണ് വിലാസി ലോകരക്ഷകം എന്ന് മറ്റൊരർത്ഥവും എടുക്കാം. അപ്പൊ സാധാരണ ഭക്തരെ അവർ വസിക്കുന്ന ലോകത്തെ ഒരു വിലാസമായി രക്ഷിക്കുന്നവൻ എന്നൊരർത്ഥവും ദേവലോകത്തെ രക്ഷിക്കുന്നവൻ എന്ന് മറ്റൊരർത്ഥവും. ഇങ്ങനെ രണ്ടർത്ഥത്തിലും വിലാസി ലോകരക്ഷകം എന്ന് ഭഗവാനെ വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അടുത്തതായി പറയുന്നു അനായകൈക നായകം. അനായകം എന്ന് പറഞ്ഞാൽ നായകൻ ഇല്ലാത്തവർ, അനാഥരായവർ. അവർക്ക് സംരക്ഷിക്കാൻ ആരുമില്ല. അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള ഭക്തർക്ക് ഏകനായകനായിരിക്കുന്നവൻ, ആരുമില്ലാത്തവർക്ക് ഭഗവാനാണ് തുണ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എല്ലാവരും തന്നെ പ്രകൃതിയുടെ പല ശക്തികളെയും നേരിടുന്നത് ഒറ്റയ്ക്കാണ്. എന്നിട്ട് ഭയപ്പെട്ടു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആരുടെ അടുത്തേക്ക് പോകണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ശങ്കരാചാര്യർ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കെല്ലാം ഒരു രക്ഷകനുണ്ട്. നമ്മൾ ആരും അനാഥരല്ല, സനാഥരാണ്. നമ്മളെ രക്ഷിക്കുന്ന ചൈതന്യത്തിന്റെ പേരാണ് ഗണപതി. ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് നമ്മൾ ശരണാഗതി അടയണമെന്ന സൂചന ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് അനായകൈക നായകം, നായകന്മാരില്ലാത്തവർക്ക് ഏകനായകനായിരിക്കുന്നവൻ എന്നിവിടെ സൂചിപ്പിക്കുന്നത്. വിനാശിതേഭ ദൈത്യകം, ഇഭം എന്ന് പറഞ്ഞാൽ ആന, ദൈത്യകം ആനയുടെ ഭാവത്തിൽ വന്ന ദൈത്യനെ, അസുരനെ വിനാശിതം വധിച്ചവനാണ് ഭഗവാൻ. ഇവിടെ രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് കാണാം. ഒന്ന്, ഗജാസുരനെ പരമശിവൻ വധിച്ചതായ കഥ പുരാണങ്ങളിൽ നമുക്ക് കാണാം. ആനയുടെ ആകൃതി ഉണ്ടായിരുന്ന ഒരു അസുരൻ ദേവന്മാരെയും മറ്റു ഋഷികളെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തെ വന്ന് വധിച്ച് ആ ആനയുടെ തോലിയെ തന്നെ തൻ്റെ ആ ദേഹത്ത് അണിഞ്ഞുകൊണ്ട് ഭഗവാൻ തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മത്തഗജത്തിന്റെ തോൽ അണിഞ്ഞിരിക്കുന്ന ഭാവത്തിലൊക്കെ ഭഗവാനെ സങ്കല്പിക്കുന്നുണ്ട്. അപ്പൊ പരമശിവനും ഗണപതിയും ഒന്നു തന്നെ, ഒരു ഭേദവുമില്ല. ഭഗവാൻ പരബ്രഹ്മമൂർത്തിയായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പരമശിവൻ ചെയ്തിട്ടുള്ള ലീലയെ ഇവിടെ ഗണേശന്റെ ലീലയായി വർണ്ണിച്ചു എന്നൊരർത്ഥമെടുക്കാം. അതാണ് വിനാശിതേവ ദൈത്യകം എന്നൊരു പ്രയോഗം. ഇനി ഗജാസുരനെ, അതായത് ആനയുടെ ഭാവത്തിൽ ഉണ്ടായിരുന്ന ഒരു അസുരനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ അസുരനെ ഒരു എലിയാക്കി മാറ്റി തൻ്റെ വാഹനമാക്കിയ കഥ ചില ഐതിഹ്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഗണപതി ഗജഭാവത്തിൽ ഉണ്ടായിരുന്ന ഒരു അസുരനെ ചെറുതാക്കി ഒരു എലിയാക്കി മാറ്റി തൻ്റെ വാഹനമാക്കി, ആ വാഹനമാണ് ഇന്നും ഭഗവാൻ കൊണ്ടു നടക്കുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിലും വിനാശിതേവ ദൈത്യകം, ആ വലിയ ആനയുടെ സമാനമായി നിന്നിരുന്ന ദൈത്യനെ ഒരു എലിയാക്കി മാറ്റിയവൻ. ഇവിടെ വലിപ്പവും ചെറുപ്പവും കാണിക്കുന്നത് കൊണ്ട് ഈ കഥയിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അഹങ്കാരം ഒരു ആനയെ പോലെ ഇങ്ങനെ വലുതായി നിൽക്കുകയാണെങ്കിൽ, നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ ഭഗവാൻ ഗണപതിയുടെ മുമ്പിൽ പോയി നിന്നാൽ മതി. ഭഗവാന്റെ മഹിമയെ അറിയും തോറും നമ്മുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും, ഭഗവാന്റെ വലിപ്പം കൂടിക്കൂടി വരും. അങ്ങനെ ആന സമാനമായി നിൽക്കുന്ന നമ്മുടെ അഹങ്കാരം എലി സമാനമായി ശാന്തമായി ഭവിക്കും. അങ്ങനെ ശാന്തമായി ഭവിക്കുമ്പോൾ ആ അഹങ്കാരത്തെ ഭഗവാൻ ഉപയോഗിക്കും, ഭഗവാൻ തൻ്റെ വാഹനമാക്കി മാറ്റും. നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെല്ലണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കുന്ന വാഹനമായി അതിനെ മാറ്റും. അതായത് ഭഗവാന്റെ ഇച്ഛയെ ഈ ലോകത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായി, ഒരു ഉപാധിയായി നമ്മെ മാറ്റും ഭഗവാൻ. അപ്പൊ ഭക്തന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. നിമിത്തമാത്രം ഭവ സവ്യസാച്ചിൻ എന്ന് ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നതും ഈ ഭാവത്തിലാണ്. ഭഗവാൻ ചെയ്യാൻ ഇച്ഛിക്കുന്നത് ചെയ്യുന്ന ഒരു നിമിത്തമായി ഭവിക്കണം ഭക്തൻ. അപ്പൊ ഭക്തന് കർമ്മത്തിൽ ഒരു ബന്ധനവും ഉണ്ടാവില്ല. അവൻ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അവനെ അതൊന്നും സ്പർശിക്കില്ല. വീണ്ടും ജനിക്കാനോ മരിക്കാനോ അവൻ ബാധ്യസ്ഥനാവുകയില്ല. അവന് നിത്യമുക്തി കിട്ടും. അപ്പോൾ ആ ഭാവത്തിൽ കർമ്മം ചെയ്യാനുള്ള പ്രാപ്തി അവൻ ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാനായി വിനാശിതേഭ ദൈത്യകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പരമേശ്വര ഭാവത്തെയും നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുന്ന ഗണപതി ഭാവത്തെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അടുത്തതായി പറയുന്നു നതാശുഭാശു നാശകം. നത എന്ന് പറഞ്ഞാൽ നമിച്ചിരിക്കുന്ന, നമിച്ചിരിക്കുന്ന ആൾക്കാരുടെ അശുഭത്തെ ആശു വളരെ പെട്ടെന്ന് നാശകം നശിപ്പിക്കുന്നവൻ. തന്നെ നമിച്ചിരിക്കുന്നവരുടെ അശുഭത്തെ വളരെ പെട്ടെന്ന് ഭഗവാൻ ഇല്ലാതെയാക്കും. അശുഭം എന്ന പദം കൊണ്ട് ആന്തരികമായ അശുഭവും ബാഹ്യമായ അശുഭവും ഉൾപ്പെട്ടിരിക്കുന്നു. ആന്തരികമായത് നമ്മുടെ ഉള്ളിലുള്ള ചീത്തയായ വാസനകൾ തന്നെയാണ്. നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന അശുഭങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലം അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഭഗവാനെ നമ്മൾ ശരണാഗതി അടഞ്ഞാൽ, ഭഗവാന്റെ മുമ്പിൽ പോയി നമ്മൾ നമിച്ചാൽ, അങ്ങനെ നിൽക്കുന്ന നമ്മുടെ മനസ്സിലെ അശുഭത്തെ ഭഗവാൻ ഉടനെ തന്നെ, ആശു എന്നിവിടെ എടുത്തു പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ, ആ നമിക്കുന്ന മാത്രയിൽ തന്നെ ആ അശുഭങ്ങളെ ഭഗവാൻ ഇല്ലാതെയാക്കും. ഇനി ബാഹ്യമായ അശുഭങ്ങളൊന്നുണ്ട്. നമ്മൾ സാധന ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്തോ പല തടസ്സങ്ങളും അശുഭമായി നമുക്ക് ഭവിക്കുന്നു.
നമ്മുടെ ആ ശുഭകാര്യം നടത്താതിരിക്കാനായി പല വിഘ്നങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള വിഘ്നങ്ങളെ അശുഭമായി കണക്കാക്കുകയാണെങ്കിൽ അതിനെയും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കുന്നവൻ. അപ്പൊ ഭഗവാനെ നമ്മൾ അഭയം പ്രാപിച്ചാൽ, ഭഗവാന്റെ മുമ്പിൽ നമിച്ചു നിൽക്കാനുള്ള വിനയം, ഭക്തി നമുക്കുള്ളിൽ ഉണ്ടായാൽ നമ്മുടെ എല്ലാ അശുഭങ്ങളും, അകത്തുള്ളതും പുറത്തുള്ളതും, അതായത് നമുക്ക് ഉള്ളിലുള്ള വിഘ്നങ്ങളും പുറത്തുള്ള വിഘ്നങ്ങളും എല്ലാം തന്നെ ഭഗവാൻ ഉടനെ തന്നെ ഇല്ലാതെയാക്കും. അത്രയും വൈഭവമുള്ളവനാണ് ഭഗവാൻ. നമാമി തം വിനായകം, തം അങ്ങനെയുള്ള വിനായകനെ ഞാൻ നമിക്കുന്നു. വിനായക ശബ്ദം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ നായകൻ എന്നൊരർത്ഥമുണ്ട്. എല്ലാവരെയും നയിക്കുന്നവനാണ് നായകൻ. ഈ ലോകത്തിൽ എല്ലാത്തിനെയും നയിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ വിനായകനാണ്. തനിക്ക് മുകളിൽ ഇനിയൊരു നായകൻ ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിലും വിനായകനാണ്. ഭഗവാനെ നിയന്ത്രിക്കുന്നതായി ആരും തന്നെയില്ല. അദ്ദേഹം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, എന്നാൽ സ്വയം സ്വതന്ത്രനായിരിക്കുന്നു. ആ വൈഭവത്തോടു കൂടി ഇരിക്കുന്നവനാണ് വിനായകൻ. അങ്ങനെയുള്ള വിനായകനെ ഞാൻ നമിക്കുന്നു. ഈ വിനായക ഭഗവാന്റെ മഹിമയാണ് ഇത്രയും പദങ്ങളിൽ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ മഹിമയെ പറഞ്ഞ് നമിക്കുകയാണ്. അപ്പോൾ നമാമി തം വിനായകം, തം വിനായകം, ആ വിനായകനെ അഹം നമാമി, ഞാൻ നമിക്കുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി അടുത്തതായി രണ്ടാമത്തെ ശ്ലോകം. നതേ തരാതി ഭീകരം നവോദിതാർക ഭാസ്വരം നമത്സുരാരി നിർജരം നതാധികാപദുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം സമാശ്രയേ പരാത്പരം നിരന്തരം. നതേ തരാതി ഭീകരം. നത എന്ന് നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ നമിക്കുന്ന, മുമ്പിൽ വന്ദനം ചെയ്ത് നിൽക്കുന്ന. ഈ തര, അപ്പോ വന്ദനം, അതിൽ നിന്ന് അന്യരായിട്ടുള്ളവൻ, അതായത് നേരത്തെ വന്ദിച്ചവരെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ നതേതരന്മാരെ കുറിച്ച് പറയുന്നു. വന്ദിക്കാതെ ഇരിക്കുന്നവർക്ക് അതിഭീകരം, ഭയാനകമായ ഭാവത്തെ ജനിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഇവിടെ തന്നെ വന്ദിക്കാത്ത ആൾക്കാരെയൊക്കെ ഭഗവാൻ പേടിപ്പിക്കുമെന്ന അർത്ഥമല്ല ഇവിടെ വരുന്നത്. ഈ ലോകം ഭീതിതമാണ്. സംസാരത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നോക്കിയാൽ ആരും ഭയപ്പെട്ടു പോകും. അത്രയും ഭയാനകമായ, അത്രയും ഘോരതയുള്ള, അത്രയും രൗദ്രഭാവത്തിലുള്ളതാണ് സംസാരം. അതിൻ്റെ ആ മഹിമാവോടുകൂടി അതിനെ ഉൾക്കൊള്ളുന്ന സമയത്ത് ആരായാലും ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയാനകമായി നിൽക്കുന്നതാണ് സംസാരത്തിൻ്റെ സ്വഭാവം. എന്നാൽ ഭഗവാനെ നമിക്കുന്ന ഒരാൾക്ക് ആ ഭീതിയെ ഭഗവാൻ ഇല്ലാതെയാക്കും, സംസാര ഭയത്തെ ഇല്ലാതെയാക്കും, അവന് ആനന്ദത്തെ നൽകും, അഭയത്തെ നൽകും. അപ്പോൾ ഭഗവാനെ വന്ദിച്ചാൽ മാത്രമേ, ഭഗവാനെ നമിച്ചാൽ മാത്രമേ ഈ ഭയത്തിൽ നിന്നും ശാശ്വതമായ മോചനമുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ നമിക്കാതെ നിൽക്കുന്ന എല്ലാവരും ഇതിൽ കുടുങ്ങിപ്പോകും. ഇതിൽ തന്നെ അവർ കഴിയണം. അപ്പൊ അവർക്ക് സദാ ഭയം ഉണ്ടാകും. അപ്പൊ ഭഗവാൻ അവരെ ഭയപ്പെടുത്തുമെന്നല്ല, സംസാരത്തിന്റെ സ്വഭാവം ഭയം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ക്ഷണികമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു മാറ്റത്തെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഭയന്നു പോകും. കാരണം അങ്ങനെ ഒരു താണ്ഡവ ഭാവത്തിൽ പ്രകൃതി നടനമാടുന്നതാണ് സംസാരം. അപ്പൊ അത് ഭയാനകം തന്നെയാണ്. അപ്പൊ ഭഗവാനെ നമിക്കുകയാണെങ്കിൽ ആ ഭയം ഇല്ലാതെയാകും. അല്ലാത്ത പക്ഷം സംസാരത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നതേതരാതി ഭീകരം എന്നിവിടെ പറയുന്നത്. അതായത് നതേതരന്മാർക്ക് അതിഭീകരനായിരിക്കുന്നത് ഭഗവാനാണ്. നവോദിതാർക്ക ഭാസ്വരം, നവ ഉദിത അർക്ക ഭാസ്വരം. നവം പുതിയത്, ഉദിത ഉദിച്ചു വന്നിട്ടുള്ള, അർക്കം സൂര്യൻ, അതുപോലത്തെ പ്രഭയെ ചൊരിയുന്നവൻ. ഭഗവാന്റെ ദേഹകാന്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉദിച്ചു വരുന്ന സൂര്യന്റെ കാന്തിയോടൊത്തവനാണ് ഭഗവാൻ. ഭഗവാനെ നമ്മൾ കണ്ണടച്ച് അകത്ത് ധ്യാനിക്കുന്ന സമയത്ത് ബാഹ്യമായി വാസ്തവത്തിൽ രൂപമൊന്നുമില്ലാത്ത, നാമമൊന്നുമില്ലാത്ത ശുദ്ധമായ പരബ്രഹ്മ തത്വമാണെങ്കിലും ഭക്തൻ തൻ്റെ തലത്തിലേക്ക് ആ മഹിമാവിനെ കൊണ്ടുവരണം. അപ്പൊ രൂപമില്ലാത്തവന് രൂപവും നാമമില്ലാത്തവന് നാമവും കൽപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കണം. ഇതാണ് ഭക്തിയോഗത്തിന്റെ രീതി. അപ്പൊ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ സങ്കല്പിക്കുന്ന സമയത്ത് ഉദിച്ചു വരുന്ന സൂര്യന്റെ കാന്തിയോടുകൂടി സങ്കല്പിക്കണം. ഉദിച്ചു വരുന്ന സൂര്യൻ ഏകദേശം ഒരു അരുണ നിറമാണ്, ചുവന്ന നിറമാണ്. ആ ദേഹത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്ന് ഒരർത്ഥം. ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ഉദിച്ചു വരുന്ന സൂര്യന്റെ കാന്തി ഭഗവാനാണ് നൽകുന്നത്.
അതായത് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടം സൂര്യനാണ്. ആ സൂര്യനെ ഉദിപ്പിക്കുന്നതും ആ സൂര്യനിലൂടെ കാന്തിയെ പ്രവഹിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അത്രയും വൈഭവത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് നവോദിതാർക്ക ഭാസ്വരം എന്നിവിടെ പറയുന്നു. ഇനി ഇവിടെ ഉദിക്കുന്ന സൂര്യനെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനോദയമായും സങ്കല്പിക്കാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനമാകുന്ന അനുഭൂതിയായി ഉദിക്കുന്ന ആ സൂര്യനെ ചെയ്യുന്ന, അതായത് അങ്ങനെയുള്ള ജ്ഞാനത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് നവോദിതാർക്ക ഭാസ്വരം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. നമത് സുരാരി നിർജരം. നമത് എന്ന് പറഞ്ഞാൽ നമിക്കുന്ന, സുരന്മാര്, അരി ശത്രുക്കള്, നിർജരം നമിക്കുന്ന സുരന്മാരുടെ അരികളെ, ശത്രുക്കളെ നിർജരമാക്കുന്നവൻ. നിർജരം എന്ന് പറഞ്ഞാൽ ജരയില്ലാതെ ആക്കുക എന്നാണ് അർത്ഥം. ജരയില്ലാതെ ആക്കുക എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം ഇല്ലാതെ ആക്കുക. അപ്പൊ വാർദ്ധക്യം ഇല്ലാതെ ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വാർദ്ധക്യത്തിലേക്ക് ഇവർ എത്തില്ല, അതിനു മുമ്പ് തന്നെ അവർ മരിച്ചു പോകും. അപ്പൊ അവരെ വധിക്കും എന്നൊരർത്ഥം എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമിക്കുന്ന സുരന്മാരുടെ ശത്രുക്കളെ വധിക്കുന്നവൻ എന്നൊരർത്ഥം കിട്ടും. ഇവിടെ നമിക്കുന്ന സുരന്മാരെന്ന് പറയുമ്പോൾ ഭഗവാൻ ആദിദേവനാണ്. ഏറ്റവും ആദ്യം നമിക്കേണ്ടത് ഗണപതിയെയാണ്. അതിലൊരു തർക്കവും ഒരു ശാസ്ത്രത്തിനുമില്ല. ഉപാസനാ പദ്ധതികൾ ഒട്ടനവധിയുണ്ട് ഭാരതത്തിലെങ്കിലും എല്ലായിടത്തും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തത്വമാണ് ഭഗവാന്റെ ആദിദേവഭാവം. ആദ്യം ഉപാസിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്, ഗണപതിയെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സുരന്മാരും ഭഗവാനെ സദാ നമിക്കുന്നു. അപ്പൊ നമത് സുര എന്ന് പറയുന്നതിലൂടെ എല്ലാ സുരന്മാരും ഭഗവാനെ നമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമിച്ചു നിൽക്കുന്ന സുരന്മാരുടെ ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവനാണ് ഭഗവാൻ. ഇത് ഒരർത്ഥം. ഇനി ഇവിടെ തന്നെ നമത് എന്ന ശബ്ദം, സുരാരി എന്ന ശബ്ദം അങ്ങനെ പിരിച്ചെടുത്താൽ നമിക്കുന്ന സുരന്മാരുടെ ശത്രുക്കളെ, സുരന്മാരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അസുരന്മാര്. അപ്പൊ നമിക്കുന്ന അസുരന്മാരെ നിർജരന്മാരാക്കുന്നു. നിർജര ശബ്ദത്തിന് ദേവന്മാരെന്ന്, സുരന്മാരെന്നർത്ഥം. അപ്പൊ തന്നെ നമിക്കുന്ന അസുരന്മാരെ കൂടി ഭഗവാൻ സുരന്മാരാക്കുന്നു എന്ന് സാരം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായി ഒരുപാട് ദുർവാസനകളാണ് ഉള്ളതെങ്കിൽ നമ്മൾ അസുരപ്രായന്മാരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, അസുര സമാനന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ, ഭഗവാനെ നമിക്കുകയാണെങ്കിൽ, പരിപൂർണ ശരണാഗതി നേടിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ നമസ്കരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഭഗവാൻ സുരന്മാരാക്കി മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടവിചാരങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി സദ്വിചാരങ്ങളെ വർദ്ധിപ്പിച്ച് സുരസമാനമായ വൈഭവം നമുക്ക് നൽകും. ഇനി യഥാർത്ഥ അസുരന്മാരെന്ന് അർത്ഥമെടുത്താൽ തന്നെ അസുരന്മാര് പോലും ഭഗവാനെ ഭജിച്ചാൽ, ഭഗവാന്റെ കൃപ അവർക്ക് ലഭിച്ചാൽ അവർ സുരലോകം പ്രാപിക്കും, അവരും സുരശ്രേഷ്ഠരായി ഭവിക്കും എന്ന് സാരം. അപ്പൊ ഇങ്ങനെ രണ്ട് തലത്തിൽ നമത് സുരാരി നിർജരം എന്ന് വിളിക്കുന്നു ഭഗവാൻ. നതാധികാപദ് ഉദ്ധരം. നത നമിക്കുന്ന, അധിക ആപദ് ഉദ്ധരം അധികമായ ആപത്തിനെ ഇല്ലാതെയാക്കുന്നവൻ, അതിൽ നിന്നും നമിച്ചിരിക്കുന്ന ഭക്തന്മാരെ കരകയറ്റുന്നവൻ, ഉയർത്തുന്നവൻ എന്നെല്ലാം ഈ പദത്തിനർത്ഥം. അധികമായ ആപത്ത് എന്നെടുത്തു പറയുന്നത് വെറും ആപത്ത്. സാധാരണ നമ്മുടെ ഈ ലോകത്തിൽ പല ആപത്തുകളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും, അത് ഉറപ്പ് തന്നെയാണ്. എന്നാൽ അധിക ശബ്ദം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് ഏറ്റവും വലിയ ആപത്ത് സംസാരം തന്നെയാണ്. ജനന മരണ ചക്രമാണ് ഏറ്റവും വലിയ ആപത്ത്. അപ്പൊ ഇവിടെയുള്ള മറ്റെല്ലാ ആപത്തുകളും അതിനു മുമ്പിൽ ചെറുതാണ്. കാരണം ഇതിന്റെ എല്ലാം സമുച്ചയമായി നിൽക്കുന്ന ഏറ്റവും വലിയ ആപത്താണ് മരണം എന്ന ആപത്ത്. സംസാരം എന്ന് പറഞ്ഞാൽ മരണമാണ്. കാരണം അത് ജനി മൃതി ചക്രമാണ്. ജനിച്ചാൽ മരിക്കണം. അപ്പൊ ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ മരണം സുനിശ്ചിതമായി കഴിഞ്ഞു. അങ്ങനെ ആ മരണമാകുന്ന ഏറ്റവും വലിയ ആപത്തിൽ നിന്ന്, അതുകൊണ്ടാണ് അധിക ആപത്ത് എന്ന് എടുത്തു പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ആപത്ത് മരണമാണ്. ആ മരണത്തിൽ നിന്നും തന്നെ നമിക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കുന്നവൻ, അവർക്ക് അമരത്വം ഭഗവാൻ നൽകുന്നു. അമരത്വം നൽകുക എന്ന് പറഞ്ഞാൽ അവരെ ദേവലോകത്ത് കൊണ്ടുപോയി ഇരുത്തുമെന്നല്ല അർത്ഥം. കാരണം ദേവലോകവും ശാശ്വതമല്ല. കുറെ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പുണ്യത്തിന്റെ ഫലമായി ദേവലോകം കിട്ടും, അവിടെ കുറെ കാലം സുഖിക്കാം. പക്ഷെ ആ പുണ്യം ക്ഷയിക്കും. അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് തന്നെ വരണം, പുതിയ കർമ്മങ്ങൾ വീണ്ടും ചെയ്യണം. അതിനനുസരിച്ച് ചിലപ്പോൾ വീണ്ടും നരകം കിട്ടിയെന്ന് വരെ വരാം. അതാണ് മനുഷ്യലോകത്തിന്റെ ഒരു രീതി. അപ്പോൾ സംസാരത്തിൽ പെട്ടാൽ ഒരിക്കലും ശാശ്വതമായ ഐശ്വര്യം സുഖം എന്നൊന്നില്ല, ഒക്കെ അശാശ്വതമാണ്. കിട്ടിയാൽ തന്നെ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും.
നചികേതസിന്റെ അടുത്ത് യമധർമ്മരാജൻ അത് തരാം, ഇത് തരാം, ആനയെ തരാം, കുതിരയെ തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫറുകൾ വെക്കുന്ന സമയത്ത് ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞ് ആ കുട്ടി അത് തള്ളിക്കളയുന്നുണ്ട്. ശോഭാവോ മർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാനാം ജരയന്തി തേജ അപി സ്വൽപം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഈ വാഹനങ്ങളും ഈ പാട്ടും കൂത്തുമൊക്കെ നീ തന്നെ വെച്ചോ, അത് നിനക്കിരിക്കട്ടെ, എനിക്ക് വേണ്ട എന്നാണ് നചികേതസ് അവിടെ യമനോട്, മൃത്യുദേവനോട് നേരിട്ട് പറയുന്നത്. കാരണം ഈ ലോകത്തിന്റെ രീതി അങ്ങനെയാണ്, ഇവിടെ ഒന്നും ശാശ്വതമല്ല. അപ്പൊ എന്ത് കിട്ടിയാലും, ദേവലോകം കിട്ടിയാലും അത് ശാശ്വതമല്ല. അപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അമരനാക്കുമെന്ന് പറയുമ്പോൾ ദേവലോകം കൊടുക്കുമെന്നല്ല. അമരത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനുഭൂതിയാണ്. ജനിമൃതി ചക്രത്തിൽ പെടാതെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന പരബ്രഹ്മമാണ് താൻ എന്ന ബോധമുണ്ടായാൽ അമരത്വമായി. അതാണ് എല്ലാ ആപത്തിൽ നിന്നുമുള്ള ശാശ്വതമായ മോചനം. അപ്പോൾ ഇവിടെ നതാധികാപദുദ്ധരം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന പല ആപത്തുകളുണ്ട്, അതിൽ നിന്നും നമുക്ക് തീർച്ചയായും രക്ഷ ലഭിക്കും. പക്ഷെ അത് മാത്രമല്ല, അധികമായ ആപത്ത്, അധികം എന്ന് പറയുമ്പോൾ അത് മൃത്യുവാണ്. ആ മൃത്യുവിൽ നിന്ന് തന്നെ, അതായത് ജനന മരണ ചക്രത്തിൽ നിന്ന് തന്നെ നമ്മളെ ഭഗവാൻ ഉദ്ധരിക്കും. ഭഗവാനെ ഒന്ന് നമിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നമസ്കരിക്കുന്നു. നതാധികാപദുദ്ധരം. അടുത്തതായി പറയുന്നു സുരേശ്വരം. സുരന്മാരുടെ ഈശ്വരനാണ്. സുരന്മാര് ദേവന്മാരാണ്. നല്ലവർ എന്ന അർത്ഥവും ആ പദത്തിനുണ്ട്. അപ്പൊ ഈ ലോകത്തിലുള്ള നല്ലവരെയും സുരന്മാരായി വിളിക്കാം. അവർക്കെല്ലാം ഈശ്വരനായിരിക്കുന്നവൻ സുരേശ്വരൻ, അവരെ ഭരിക്കുന്നവൻ സുരേശ്വരൻ. ഈ പ്രപഞ്ചത്തിൽ പല ദേവതകളുണ്ട്, അവരെയെല്ലാം നമുക്ക് ഭജിക്കാം, അവരിൽ നിന്നൊക്കെ അനുഗ്രഹം നേടി പലതും ഇവിടെ നേടാം. പക്ഷേ അവർക്കൊക്കെ ആ കർമ്മം കൊടുത്ത്, ആ കർമ്മം അവർ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഫലത്തെ നമുക്ക് നൽകിപ്പിക്കുന്ന ശക്തി ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ സുരേശ്വരനാണ്. നിധീശ്വരം, നിധിയുടെ ഈശ്വരനാണ്. നിധി എന്ന് പറഞ്ഞാൽ ധനം. എന്താണ് ധനം? നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സമ്പത്ത് എന്നൊരർത്ഥം എടുക്കാം. അപ്പൊ ഇവിടെയുള്ള എല്ലാ ഐശ്വര്യവും ഭഗവാനാണ് സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഈശ്വരൻ ഭഗവാനാണ് എന്നൊരർത്ഥം എടുക്കാം. നിധി എന്ന ശബ്ദത്തിന് നമ്മുടെ അകത്തുള്ള ആനന്ദം എന്ന അർത്ഥവും എടുക്കാം. കാരണം ഈ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. ബാഹ്യമായി എന്തെല്ലാം നേടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന്റെ ഇളക്കത്തെ കുറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന, മനസ്സിനും ബുദ്ധിക്കും അപ്പുറമായി പ്രകാശിക്കുന്ന ആനന്ദത്തെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ നിധി നമ്മുടെ ആനന്ദം തന്നെയാണ്. അപ്പൊ ആ ആനന്ദത്തിന് ഈശ്വരനായിരിക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് നിധീശ്വരൻ. അതല്ല, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള സമ്പത്തിനെ തന്നെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തൊക്കെ കർമ്മം ചെയ്താലും വിഘ്നേശ്വരൻ വിചാരിച്ചാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കൂ. കാരണം വിഘ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാകും. ആ തടസ്സങ്ങളെ സമയാസമയങ്ങളിൽ നീക്കിക്കൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തെ നേടിത്തരാൻ സഹായിക്കുന്ന ചൈതന്യം ഭഗവാൻ ഗണപതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിധിക്കെല്ലാം ഈശ്വരൻ, അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുക്കൾക്കെല്ലാം ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നിധീശ്വരം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഗജേശ്വരം, ഗജന്മാർക്ക് ഈശ്വരനായിരിക്കുന്നവൻ. ഗജം എന്നാൽ ആന. അപ്പൊ ആനയുടെ ഈശ്വരനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആനകൾക്ക് മുഴുവൻ ഈശ്വരനായിരിക്കുന്നവൻ. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും, അതിപ്പോ ഏത് ജീവിയാണെങ്കിലും ആ ജീവിക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ. ഏകേശ്വരനാണ് ഭഗവാൻ. അത് ഭഗവാൻ തന്നെയാണെന്നുള്ളതുകൊണ്ട് ആനകളുടെ ഈശ്വരനായിരിക്കുന്നവൻ എന്നൊരർത്ഥം. ഭഗവാന് ആനയുടെ തലയാണുള്ളത്. അപ്പൊ ആനയുടെ ഭാവത്തിലിരിക്കുന്ന, ആനയുടെ തലയോട് കൂടിയിരിക്കുന്ന ഈശ്വരൻ എന്നർത്ഥത്തിൽ ഗജേശ്വരൻ എന്നെടുക്കാം. ഗജ ശബ്ദത്തിന് ശക്തിയ എന്ന് അർത്ഥമെടുക്കാം. കാരണം ആനയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എപ്പോഴും അതിൻ്റെ ശക്തിയാണ്. അത്രയും ശക്തിയുള്ള ജീവിയാണ്. അപ്പൊ ശക്തിയുടെ ഈശ്വരനായിരിക്കുന്നവൻ. നമ്മുടെ എല്ലാം ഉള്ളിൽ ശക്തിയുണ്ട്. പല തലത്തിലാണ് ഈ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ ഇവിടെ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ ചെയ്യാനുള്ള കാരണമൊക്കെ അവരുടെ ശക്തിയാണ്. ആ ശക്തിക്ക് ഈശ്വരനായിരിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടും ഗജേശ്വരം എന്ന് വിളിച്ചിരിക്കുന്നു. ആന സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ്. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ രാജകീയമായ ഭാവമാണ് ആന സൂചിപ്പിക്കുന്നത്. കാരണം രാജാക്കന്മാരുടെ വാഹനമായിരുന്നു ഒരു കാലത്ത് ആന. അപ്പൊ ആന എന്ന് പറഞ്ഞാൽ തന്നെ രാജകീയ. ഇന്ന് ഭഗവാന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് പോലും ഇതിനു വേണ്ടിയാണ്. കാരണം ആനപ്പുറത്ത് വരുന്നത് എപ്പോഴും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്.
അപ്പൊ രാജകീയമായ ഭാവം ഭഗവാന് ചാർത്തി കൊടുക്കാൻ വേണ്ടിയാണ് ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ആ ആനയെ നമുക്ക് രാജകീയമായ പ്രൗഢിയുടെ ചിഹ്നമായിട്ട് എടുക്കാം. അതിൻ്റെ ഈശ്വരനായിരിക്കുന്നവൻ, അതായത് ഈ ലോകത്തിൽ എല്ലാവർക്കും ഉയർന്ന സ്ഥാനങ്ങളെ നൽകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഗജേശ്വരം. ഇങ്ങനെ പല അർത്ഥത്തിൽ ഗജേശ്വരം, ഗണേശ്വരം. ഗണം എന്നാൽ കൂട്ടം. ശിവന്റെ ഭൂതഗണങ്ങളുടെ ഈശ്വരനാണ്, അതുകൊണ്ട് ഗണേശ്വരൻ. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ചേർച്ച കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. കൂട്ടങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അണുതലത്തിലേക്ക് വന്ന് നോക്കിയാൽ പോലും ഈ കൂട്ടത്തെ കാണാം. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്നത് കൊണ്ടും ഗണേശ്വരൻ. പിന്നെ ഓരോ ഗണങ്ങളെ എടുത്ത് അതിൻ്റെ ഈശ്വരഭാവത്തെയും സങ്കല്പിക്കാം. ഇപ്പൊ മനുഷ്യഗണത്തിന്റെ ഈശ്വരൻ, ദേവഗണത്തിന്റെ ഈശ്വരൻ, ഗന്ധർവഗണത്തിന്റെ ഈശ്വരൻ, അസുരഗണത്തിന്റെ ഈശ്വരൻ. ഇങ്ങനെ ഓരോ ഗണത്തിനും ഓരോ കൂട്ടത്തിനും ഈശ്വരനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഗണേശ്വരനാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായിരിക്കുന്നവൻ. ഇങ്ങനെ സുരേശ്വരം, നിധീശ്വരം, ഗജേശ്വരം, ഗണേശ്വരം, അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. പിന്നെ പറയുന്നു മഹേശ്വരം, മഹാ ഈശ്വരം. ഈശ്വര ശബ്ദം ഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭരിക്കുന്നവനാണ് ഈശ്വരൻ. ദേവതകൾക്കെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈശ്വരഭാവം കൽപ്പിക്കാം. ഇപ്പോൾ കാറ്റിനെ ഭരിക്കുന്നവൻ വായു എന്ന ഈശ്വരൻ, അതുപോലെ മഴയെ ഭരിക്കുന്നവൻ ഇന്ദ്രൻ എന്ന ഈശ്വരൻ എന്ന് കൽപ്പിക്കാം. അങ്ങനെ പലരെയും നമ്മൾ ഈശ്വരന്മാരായി കാണുകയാണെങ്കിൽ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ട്, അവൻ മഹേശ്വരൻ. ആ ഭഗവാനാണ് ഗണപതി. കാരണം പരബ്രഹ്മസ്വരൂപമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും ചലിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ്. അദ്ദേഹം ഒന്ന് മാറി നിന്നാൽ എല്ലാം നിശ്ചലമാകും. അങ്ങനെയുള്ള വൈഭവത്തോട് കൂടിയവനായതുകൊണ്ട് മഹേശ്വരനാണ് ആ ഭഗവാന് നമസ്കാരം. സമാശ്രയേ പരാത്പരം നിരന്തരം. ആ മഹേശ്വരനെ, പരാത്പരനാണ് അദ്ദേഹം. പരം എന്ന് പറഞ്ഞാൽ ഉയർന്നത്, പരാത്പരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉയർന്നത്. ഈ ലോകത്തിൽ പല ഉയർച്ചകളുമുണ്ട്. അതിലേറ്റവും ഉയരത്തിൽ നിന്നാൽ അത് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ചയായിരിക്കും. അതിനും അതീതമായി നിന്നാൽ അതെന്തോ അതാണ് പരാത്പരം. അതായത് പ്രാപഞ്ചികമായ ഉയർച്ച മാത്രമല്ല, അതിനും അതീതമായി നിൽക്കുന്ന ഭാവം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പരബ്രഹ്മ ഭാവമാണ്. ആ ഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് പരാത്പരൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു. അപ്പോ മഹേശ്വരനുമാണ്, പരാത്പരനുമാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ നിരന്തരം സമാശ്രയെ, ഞാൻ സമാശ്രയിക്കുന്നു, നന്നായി ആശ്രയിക്കുന്നു. നന്നായി ആശ്രയിക്കുക എന്നെടുത്തു പറയുന്നത് ഒരാവശ്യം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ രക്ഷിക്കുക എന്ന് പറയുന്നതാണ് സാധാരണയുള്ള ആശ്രയം. എന്നാൽ സദാ നമ്മൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരുന്നാൽ, അതുകൊണ്ടാണ് നിരന്തരം എന്ന പ്രയോഗം ഇവിടെയുള്ളത്, അപ്പോഴേ അത് സമാശ്രയമാവുള്ളൂ. ഭഗവാൻ അല്ലാതെ എനിക്കൊരു രക്ഷയുമില്ല, ഒരു ആശ്രയവുമില്ല. എൻ്റെ എല്ലാ രക്ഷയും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാൻ മാത്രം എനിക്ക് മതി എന്ന ഭാവത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്നവനാണ് ഭഗവാനെ യഥാർത്ഥത്തിൽ ആശ്രയം പ്രാപിക്കുന്നത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും. അവന് മംഗളപ്രദനായി ഭവിക്കും ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നന്നായി ആശ്രയിക്കുക എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിരന്തരമായ ആശ്രയം ഉണ്ടാവണം. മറ്റൊരു വിചാരവും ഇല്ലാതെ ഭഗവാൻ ഏകമാണ് ശരണം എന്ന ഭാവത്തിലുള്ള ആശ്രയം ഉണ്ടാവണം. അതാണ് സമാശ്രയം. അങ്ങനെയുള്ള ആശ്രയത്തെ ആ ഭഗവാനിൽ, ആ മഹേശ്വരനിൽ, ആ പരാത്പരനിൽ ഞാൻ അടയുന്നു എന്നിവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ശ്ലോകം അവസാനിച്ചു. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ദരേതരോദരം വരം വരേ ഭവക്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഇവിടെ പറയുന്നു സമസ്ത ലോകശങ്കരം, സമസ്ത ലോകങ്ങൾക്കും മംഗളത്തെ ചെയ്യുന്നവൻ. ശം കരോതി ശങ്കര. ശം എന്നാൽ മംഗളം. അപ്പൊ സമസ്ത ലോകങ്ങൾക്കും മംഗളത്തെ ചെയ്യുന്നവൻ. കാണുന്നത് എന്തോ അതാണ് ലോകം. അപ്പൊ ലോക ശബ്ദം കൊണ്ട് ബാഹ്യമായി നമ്മൾ കാണുന്നത് എല്ലാം പെട്ടു, അകത്തുള്ളതും പെട്ടു. അപ്പൊ നമ്മുടെ അകത്തൊരു ലോകമുണ്ട്, പുറത്തും ഒരുപാട് ലോകങ്ങളുണ്ട്. നമ്മുടെ മനസ്സിന് പ്രാപ്യമല്ലാത്ത ലോകങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടാണ് സമസ്ത ലോകം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ മംഗളത്തെ ചെയ്യുന്നവൻ ഭഗവാനാണ്. നമുക്ക് ഭേദമുണ്ട്, ഭഗവാന് ഭേദമില്ല. കാരണം ഭഗവാൻ ഇതിനെ എല്ലാം വ്യാപിച്ചിരിക്കുന്നവനും ഇതിനെ തരണം ചെയ്ത് നിൽക്കുന്നവനും ഇതിനെ ഭരിക്കുന്നവനുമാണ്. അപ്പോൾ ഈ ലോകത്തിൽ എവിടെയെല്ലാം ആർക്കെല്ലാം മംഗളം ആവശ്യമുണ്ടോ
അവർ ഭജിക്കേണ്ടത് ഭഗവാനെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സമസ്ത ലോക ശങ്കരം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ഇനി മംഗളം എന്ന പദം കൊണ്ട് തന്നെ ഏറ്റവും വലിയ മംഗളം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ നേടുന്നു, അത് കുറച്ചു കാലത്തേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നു, പിന്നെ അത് നഷ്ടമായി പോകുന്നുവെങ്കിൽ അതിനെ ഏറ്റവും വലിയ മംഗളമായി പറയാൻ പറ്റില്ല. അത് താൽക്കാലികമായ ഒരു മംഗളം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ പരിപൂർണമായി ഒരിക്കലും വിട്ടുപിരിയാതെ നമ്മോടൊപ്പം സദാ നിൽക്കുന്ന, നമുക്ക് എന്നും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിലുള്ള മംഗളം. ആ മംഗളത്തെയാണ് ഭഗവാൻ ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള വാസനകളെ തീർക്കാനും അതോടൊപ്പം തന്നെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താനും ക്രമേണ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് പരമാനന്ദാനുഭൂതിയിൽ ലയിപ്പിക്കാനും ഭഗവാൻ സാധിക്കും. ഭഗവാൻ അതാണ് ഭക്തർക്ക് വാസ്തവത്തിൽ നൽകുന്നത്. അപ്പോൾ വളരെ പതുക്കെ തന്നെ ഭക്തരുടെ ക്ഷേമത്തെ ഉറപ്പുവരുത്തി ക്രമേണ പരിപൂർണമായ മുക്തിയെ അവർക്ക് നൽകുന്നവനായതുകൊണ്ട് സമസ്ത ലോക ശങ്കരം, ശങ്കരം എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിന്റെ ഇളക്കം ഇല്ലാതെയാകുമ്പോൾ, ബുദ്ധി നിശ്ചലമാകുമ്പോൾ അകത്ത് പ്രകാശിക്കുന്ന ആനന്ദമാണ് ഏറ്റവും വലിയ മംഗളം. അത് അനുഭവിച്ചവർക്കറിയാം. ഋഷിമാർ അത് അനുഭവിച്ചത് കൊണ്ടാണ് അവരതിനെ ഏറ്റവും വലിയ മംഗളം എന്ന് വിളിക്കുന്നത്. ആ മംഗള വസ്തുവിനെയാണ് നമ്മൾ വാസ്തവത്തിൽ ശിവൻ എന്ന് പോലും വിളിക്കുന്നത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ്, ശം എന്ന് വിളിച്ചാലും മംഗളം. ആ മംഗളത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നവൻ ശങ്കരൻ, ഗുരുതുല്യനാണ് ഭഗവാൻ എന്ന അർത്ഥവും ഇവിടെ വന്നു. കാരണം ആ ബോധം നമുക്ക് പ്രദാനം ചെയ്യുന്നവൻ ഗുരുവാണ്. അപ്പൊ ഗുരുഭാവത്തിൽ ഈ ലോകത്തിൽ പ്രകാശിക്കുന്നവനും ഭഗവാനായതുകൊണ്ട് സമസ്ത ലോക ശങ്കരം എന്ന് വിളിച്ചിരിക്കുന്നു. നിരസ്ത ദൈത്യ കുഞ്ചരം. കുഞ്ചരം എന്നാൽ ആന. ദൈത്യം നമുക്കറിയാം, ദിതിയുടെ മക്കളെയാണ് ദൈത്യർ എന്ന് വിളിക്കുന്നത്, അസുരന്മാരാണ്. അവരെ നിരസ്തം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക. അപ്പോൾ ആനയുടെ ഭാവത്തിലുള്ള അസുരനെ ഇല്ലാതെയാക്കിയവൻ എന്നൊരർത്ഥം. നമ്മൾ നേരത്തെ ആ ഗജാസുരന്റെ കാര്യം പറഞ്ഞു. അതിനെ വധിച്ചുകൊണ്ട് അതിനെ തൻ്റെ വാഹനമാക്കി മാറ്റി, അതായത് വലിയൊരു ആനയെ ചെറുതായി തൻ്റെ വാഹനമാക്കി മാറ്റിയ ഒരു ഐതിഹ്യം പറഞ്ഞു. അതുപോലെ പരമശിവൻ വധിച്ചിട്ടുള്ള ഒരു അസുരന്റെ കഥയും പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ഭാവത്തിലും നിരസ്ത ദൈത്യ കുഞ്ചരം എന്ന വാക്കിനെ വ്യാഖ്യാനിക്കാം. ഇവിടെ ദൈത്യ കുഞ്ചരൻ എന്ന പ്രയോഗം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെ മുഴുവൻ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ ആദിത്യന്മാരുമുണ്ട്, ദൈത്യന്മാരുമുണ്ട്. ദൈവാസുര സമ്പത്തുകൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ദൈവികമാണ് ആദിത്യന്മാര്, ആസുരികമാണ് ദൈത്യന്മാര്. അപ്പൊ അതിൽ ആസുരികമായതിനെ മുഴുവൻ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മളെ ആസുര്യതയിലേക്ക് സദാ ഇങ്ങനെ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാസനയുണ്ട്, ദുർവാസനയുടെ മൂർത്തിമത് ഭാവം. ആ ഭാവത്തെ വേണമെങ്കിൽ നമുക്ക് കുഞ്ചരനായി, ആനയായി സങ്കല്പിക്കാം, ദൈത്യ കുഞ്ചരനായിട്ട്. അപ്പൊ ഇങ്ങനെ സദ്ഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയും ദുർഭാഗത്തിലേക്ക് നയിക്കുന്ന, അപ്പൊ രണ്ട് ആനകളെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് അതിലെ ദുഷ്ടമായ വാസനകളെ, ദുഷ്ടമായ ദിക്കിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈത്യ കുഞ്ചരനെ ഇല്ലാതെയാക്കുന്നവൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതകളെ ഇല്ലാതെയാക്കി, അത് ചെയ്യാനുള്ള വാസനയെ ഇല്ലാതെയാക്കി, നല്ല വാസനകളെ സംരക്ഷിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നിരസ്ത ദൈത്യ കുഞ്ചരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ദരേതരോദരം. ദരം എന്ന് പറഞ്ഞാൽ ചെറുത്, ഇതരം എന്ന് പറഞ്ഞാൽ അല്ലാത്തത്, മറ്റേത് എന്നർത്ഥം. അപ്പൊ ചെറുതല്ലാത്തത് എന്ന് ദരേതര ശബ്ദം കൊണ്ട് കിട്ടി. ചെറുതല്ലാത്തത് എന്ന് പറഞ്ഞാൽ വലുത്, ഉദരം. അപ്പൊ വലിയ ഉദരത്തോട് കൂടിയവനാണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനാണ്. പ്രളയ സമയത്ത് ഇതിനെ മുഴുവൻ അകത്താക്കി തൻ്റെ ഉള്ളിൽ ശേഖരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള വയറ് ഭഗവാൻ ഉണ്ടാകണം. അതുകൊണ്ട് വലിയ ഉദരത്തോട് കൂടിയവനായിട്ടാണ് ഭഗവാനെ സങ്കല്പിക്കുക. ലംബോദരൻ എന്നൊക്കെ ഭഗവാന് പേര് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ വലിയ ഉദരത്തോട് കൂടിയവനാണ് എന്ന് കാണിക്കാൻ ദരേതരോദരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഭക്ഷിക്കുന്നത്, ദഹിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വയറ്. അപ്പോൾ എന്ത് അനുഭവം ഉണ്ടായാലും ആ അനുഭവത്തെ ദഹിപ്പിക്കാനുള്ള ശേഷിയെയും വലിയ വയറ് സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ കരുണ നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പലതരം അനുഭവങ്ങൾ നമുക്ക് വരാം. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായി പലതരം അനുഭവങ്ങൾ നമുക്ക് വരാം. ഈ അനുഭവങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ദുഃഖത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നമ്മൾ വീണു പോകുന്നത്. എന്നാൽ ഭഗവാന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ എന്ത് അനുഭവം വന്നാലും അതിനെ പചിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവും.
ആ ശക്തി ഭക്തർക്ക് നൽകുന്നവനായതുകൊണ്ട് ദരേതരോദരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. വലിയ വയറോടുകൂടി ഭഗവാനെ ധ്യാനിക്കുന്നത് ആ ശക്തി ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനും ആ ശക്തിയെ അല്പമെങ്കിലും നമുക്ക് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുമാണ്. അപ്പൊ അതുകൊണ്ട് ദരേതരോദരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. വരം, ശ്രേഷ്ഠനായവനാണ്. ഭഗവാനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠനായവനാണ്, വരനായവനാണ് ഭഗവാൻ. അതുകൊണ്ട് വരം എന്ന് വിളിച്ചിരിക്കുന്നു. വരേഭവക്ത്രമക്ഷരം. വരേഭവക്ത്രം, വക്രം എന്ന് പറഞ്ഞാൽ മുഖം, ഇഭം എന്ന് പറഞ്ഞാൽ ആന, വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം. അപ്പൊ ശ്രേഷ്ഠമായ ആനയുടെ മുഖത്തോടു കൂടിയവൻ. ഭഗവാന്റെ കഥ നമുക്കെല്ലാം അറിയാം. മനുഷ്യഭാവത്തിൽ പാർവതീദേവി നിർമ്മിച്ച ബാലകനെ ഭഗവാൻ പരമശിവൻ ശിരച്ഛേദം ചെയ്യുന്നു. പിന്നീട് പാർവതിയുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ വടക്കുദിക്കിലേക്ക് തൻ്റെ ഭടന്മാരെ അയച്ച് അവിടെ കണ്ട ഒരു ആനയുടെ ശിരസ് കൊണ്ടുവന്ന് ആ ആനയെ ഭഗവാന്റെ തലയിൽ വെച്ചു കൊടുത്തുവെന്ന്. ആ ആനയ്ക്ക് ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു കഥയുണ്ട്. അപ്പം അതുകൊണ്ട് ഏകദന്ത ഭാവത്തിൽ ഭഗവാൻ ഇരുന്നുവെന്നും. എന്നാൽ 2 കൊമ്പുണ്ടായിരുന്നു. പിന്നീട് മഹാഭാരതം രചിക്കുന്ന സമയത്ത് ഒരു കൊമ്പ് ഒടിച്ചതാണെന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട്. എങ്ങനെയാണെങ്കിലും ഒറ്റ കൊമ്പോട് കൂടിയാണ് ഭഗവാനെ സങ്കല്പിക്കുക. അപ്പൊ ആനയുടെ മുഖത്തോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ വരേഭവക്ത്രം എന്ന് ഭഗവാനെ വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഈ കഥയിൽ തന്നെ നമുക്ക് സൂക്ഷ്മാർത്ഥം വളരെ വ്യക്തമാണ്. ചെറിയ മനുഷ്യന്റെ തലയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പാർവതി ദേവി സൃഷ്ടിച്ച ബാലകന് അങ്ങനെ ഒരു തലയായിരുന്നു. അത് വെട്ടി വലിയ ആനയുടെ തല കൊടുത്തു. തല ബുദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ ജ്ഞാനത്തെ പരമശിവൻ പ്രദാനം ചെയ്തു. പരമശിവൻ പാർവതിയെ കാണാൻ വരുമ്പോൾ ഭഗവാൻ തടഞ്ഞു. അതായത് ഗണപതി തടഞ്ഞു. എന്തുകൊണ്ടാണ് തടഞ്ഞത്? തൻ്റെ അനുവാദമില്ലാതെ തന്നെ ആരും കാണാൻ വരരുതെന്ന് പാർവതി പറഞ്ഞു. അപ്പൊ പാർവതി പറഞ്ഞതനുസരിച്ച് ശിവനെ തടഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? ശക്തിയെയും ശിവനെയും വേറെ വേറെയായി കണ്ടു. ഇതാണ് ഗണപതിക്ക് പറ്റിയ അപ്പോഴത്തെ ഒരു തെറ്റ്. അപ്പൊ ഈ ദ്വൈതഭാവമുള്ളത് അജ്ഞാനമാണ്. എന്നാൽ പരമശിവൻ ആ തല വെട്ടിമാറ്റി വലിയ തലയെ കൊടുത്തു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെ നൽകി, അദ്വൈതമാകുന്ന ബോധത്തെ നൽകി. ശിവനും ശക്തിയും ഒന്നാണെന്ന് ആ കുട്ടി മനസ്സിലാക്കി. ആ ബുദ്ധി ഭഗവാന് കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വലിയ തല വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ തല വലുതായി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് വളരെയധികം അറിവുണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ജ്ഞാന വൈഭവമാണ് ഭഗവാന്റെ തല. അപ്പൊ ഭഗവാനെ ആ ആനത്തലയോട് കൂടി സങ്കല്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ വലിപ്പമാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ബുദ്ധി ശക്തി വർദ്ധിപ്പിക്കാൻ, ബുദ്ധിയുടെ സാമർഥ്യം വർദ്ധിപ്പിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഗണപതിയെ മാത്രം ഉപാസിച്ചാൽ മതി. വളരെ ശ്രദ്ധയോടുകൂടി ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഗണപതിയുടെ നാമമോ മന്ത്രമോ സ്തോത്രമോ എന്തെങ്കിലും ഒന്നെടുത്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ ബുദ്ധിശക്തി തനിയെ വർദ്ധിക്കും. കാരണം ഗണപതി പ്രസാദം ഉണ്ടായാൽ ആദ്യ ലക്ഷണം തന്നെ ബുദ്ധി സാമർഥ്യം വർദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് ഭഗവാന്റെ ബുദ്ധി വൈഭവം വർണ്ണിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പൊ ആ മാമ്പഴത്തിന് വേണ്ടി അമ്മയെ അച്ഛനെയും പ്രദക്ഷിണം വെച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ബുദ്ധി സാമർഥ്യമാണത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്രയും ബുദ്ധിയുള്ളവനാണെന്ന് കാണിക്കാൻ വരേഭവക്ത്രം എന്ന് ഭഗവാനെ വിളിക്കുന്നു. പൊതുവെ അക്ഷരം, ക്ഷരം എന്നാൽ നാശം, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അപ്പൊ നാശമില്ലാത്തവനായിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ അക്ഷരം എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി നമ്മൾ എഴുതുന്ന അക്ഷരം എന്ന അർത്ഥവും എടുക്കാം. അപ്പോൾ വാക്കായി ഈ ലോകത്തിൽ പ്രകാശിക്കുന്നതും ഭഗവാനാണ്. വാക്ക് അറിവാണ്. അപ്പോൾ അറിവായി പ്രകാശിക്കുന്നവനാണ്. നേരത്തെ ആനയുടെ തല എന്ന് പറഞ്ഞത് തന്നെ അറിവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അക്ഷരം എന്ന പദം കൊണ്ട് അറിവിനെയും നമുക്കെടുക്കാം. അപ്പൊ അങ്ങനെ അറിവായി വിളങ്ങുന്നവനും നമസ്കാരം എന്നിവിടെ പറയുന്നു. കൃപാകരം, കൃപയെ ചെയ്യുന്നവൻ. കൃപ എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് താഴെയുള്ളവനോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭാവമാണ്. കരുണ ഒരിക്കലും ഇന്ന കാരണങ്ങളെ കൊണ്ടല്ല ജനിക്കുന്നത്. ഒരാൾ നിസ്സഹായനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാളെ സഹായിക്കാൻ സഹജമായി തോന്നുന്നതാണ് കൃപ. ആ കൃപയെ ഭക്തരിൽ സദാ ചൊരിയുന്നവൻ. കാരണം ഭക്തർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പരിപൂർണനായി ഒരു ഭക്തനും ഉണ്ടാവില്ല. ഭക്തർ ഒരുപാട് കുഴപ്പങ്ങളായിട്ടാണ് ഈ സംസാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവര് വന്ന് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും ഭഗവാന്റെ ഉള്ളിൽ നിന്നും കരുണ ഒഴുകാൻ തുടങ്ങും. ഭഗവാന്റെ കരുണ നമ്മുടെ ദിക്കിലേക്ക് ഒന്ന് ഒഴുകിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് കൃപാകരം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. കൃപയെ ചെയ്യുന്നവനാണ്. ഇവിടെ ഭക്തരുടെ ഉള്ളിൽ കൃപയെ വളർത്തുന്നവൻ എന്നൊരർത്ഥവും എടുക്കാം. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലോട് മുഴുവൻ കരുണയുണ്ടാകും. ഇപ്പൊ മഹർഷീശ്വരന്മാരൊക്കെ പൂർണ്ണത അനുഭവിച്ചവരാണ്. അവര് ധ്യാനത്തിലൂടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതെയാക്കി പരമാനന്ദ രസം നുകരുന്നവരാണ്. അവർക്ക് വേണമെങ്കിൽ ആ ഭാവത്തിൽ തന്നെ ഇരിക്കാം.
പക്ഷെ അതിനു പകരം അവര് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെയുള്ള സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി, പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്തോത്രങ്ങളും മന്ത്രങ്ങളും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ രചിക്കുന്നു, ഉപദേശങ്ങൾ നൽകുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു. അങ്ങനെ ഗുരുവായി അവർക്ക് വർത്തിക്കുന്നത് അവരുടെ കരുണ കൊണ്ടാണ്. ആ കരുണ എവിടെ നിന്ന് ഉണർന്നു എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. അതുകൊണ്ട് കൃപാകരം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ക്ഷമാകരം. നേരത്തെ പറഞ്ഞു ഭക്തര് പൂർണ്ണരല്ല, അവരുടെ ഉള്ളിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തെറ്റുകളും സംഭവിക്കും. അപ്പൊ തെറ്റുകൾ സംഭവിച്ചാൽ സാധാരണ ഈശ്വരന്മാരുടെ അടുത്തേക്ക് പോകാൻ ആൾക്കാർക്ക് ഭയമാണ്. കാരണം തെറ്റുകൾ കണ്ട ഭഗവാൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. എന്നാൽ ഇവിടെ ഉറപ്പ് നൽകുന്നു, അതിയായ ക്ഷമയുള്ളവനാണ്. ഭക്തരുടെ തെറ്റുകൾ ഭഗവാൻ പൊറുക്കും. കാരണം ഭഗവാന് ഭക്തരോട് അത്രയും അടുത്ത ബന്ധമാണ്. അപ്പൊ ഭക്തർ തെറ്റു ചെയ്തു എന്ന് കരുതി അത് മനസ്സിൽ വെച്ചുകൊണ്ട് കോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമല്ല ഭഗവാൻ ഗണപതി. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ക്ഷമയെ ഭഗവാൻ നൽകും, നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കും. അങ്ങനെ ഭഗവാൻ തെറ്റുകൾ ക്ഷമിച്ചാൽ തന്നെ ആ തെറ്റുകളുടെ ദോഷവും തനിയെ ഇല്ലാതെയാകും. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ക്ഷമയെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാനാണ്. നേരത്തെ കൃപയെ ഉള്ളിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ക്ഷമയെ ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ അജ്ഞാനിയായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കാലത്തെ യത്നം ആവശ്യമാണ്. അപ്പൊ അത്രയും കാലം അയാളോടൊപ്പം ക്ഷമയോടുകൂടി നിന്ന് പതുക്കെ പതുക്കെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം ഗുരുക്കന്മാര്. അപ്പൊ ആ ക്ഷമ അവർക്ക് ലഭിക്കുന്നതും ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പൊ കൃപാകരം, ക്ഷമാകരം എന്ന് രണ്ട് പദങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചിരിക്കുന്നു. മുദാകരം, സന്തോഷത്തെ ഉണ്ടാക്കുന്നവൻ. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കാരണങ്ങളെ കൊണ്ട് സന്തോഷം ജനിച്ചാലും, ബാഹ്യമോ ആന്തരികമോ എന്തെല്ലാം കാരണങ്ങളെ കൊണ്ട് സന്തോഷം ജനിച്ചാലും അത് ഭഗവാന്റെ പ്രസാദമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി വാങ്ങുന്ന പ്രസാദത്തെക്കാൾ മഹിമ ഈ പ്രസാദത്തിനുണ്ട്. നമ്മുടെ ഉള്ളിലെ സന്തോഷമാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ പ്രസാദം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെന്ന് മനസ്സിലാകുന്നത് ഈ സന്തോഷമുള്ളപ്പോഴാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ സന്തോഷം ഉള്ളിൽ ജനിക്കും. സന്തോഷത്തെ ജനിപ്പിക്കുന്നവനാണ്, മുദാകരനാണ് ഭഗവാൻ എന്ന് അതുകൊണ്ട് ഇവിടെ പറയുന്നു. ഇനി നേരത്തെ പറഞ്ഞ രണ്ട് പദങ്ങളോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ കൃപയെ ചൊരിയുന്നു, ക്ഷമയെ ചൊരിയുന്നു. അങ്ങനെ കൃപയും ക്ഷമയോടും കൂടി നമ്മളെ ഉയർത്തുമ്പോൾ ക്രമേണ നമുക്ക് പരമാനന്ദാനുഭൂതി ലഭിക്കുന്നു. അപ്പൊ ഗുരുക്കന്മാരിലൂടെ നമ്മളോട് കൃപയും ക്ഷമയും ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷത്തെ, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നുള്ളത് കൊണ്ട് മുദാകരം. അങ്ങനെ നമ്മൾ ആനന്ദം അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചെയ്തികൾ അത്രയും ശ്രേഷ്ഠമായി ഭവിക്കും. ആ ചെയ്തികളുടെ മഹിമ ലോകം മനസ്സിലാക്കി നമ്മളെ ആദരിക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലായിടത്തും നമുക്ക് യശസ് ഉണ്ടാവും. അതുകൊണ്ട് നാലാമതായി യശസ്കരം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. കൃപാകരം, ക്ഷമാകരം, മുദാകരം, യശസ്കരം. യശസ്സിനെ പ്രദാനം ചെയ്യുന്നതും ഭഗവാനാണ്. ഇതിപ്പോൾ ആത്മീയമായ തലത്തിലാണ് ഗുരുക്കന്മാരിൽ നിന്ന് കൃപയും ക്ഷമയും ആനന്ദവും യശസ്സും എന്ന് പറയുന്നത്. ബാഹ്യമായ അർത്ഥത്തിൽ നോക്കിയാൽ തന്നെ ഈ ലോകത്തിലുള്ള ചെറിയ ചെറിയ നേട്ടങ്ങളെയും നമുക്ക് യശസ്സായി കാണാം. ആ യശസ്സും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. ഭഗവത് കൃപയില്ലെങ്കിൽ ഒരു യശസ്സും ഒരാൾക്കും ഒരു കാലത്തും കിട്ടില്ല. അതുകൊണ്ട് ഈ യശസ്കരനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അടുത്തതായി പറയുന്നു മനസ്കരം. മനസ്സിനെ ജനിപ്പിക്കുന്നവനാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒടുക്കാണ്. നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാസ്തവത്തിൽ ചിന്തകളെ ഒരു ദോഷമായി കാണാം, നമ്മുടെ ആത്മാവിന്റെ ആനന്ദത്തെ മറയ്ക്കുന്ന ഒരു ദോഷമായി കാണാം. പക്ഷെ ഈ ലോകത്തിൽ പെട്ടിട്ടുള്ള നമുക്ക് ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഈ മനസ്സിനെ തന്നെ വേണം ഉപയോഗിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് മനസ്കരനാണ് ഭഗവാൻ. അതായത് മനസ്സിന്റെ ഒഴുക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിനെ എല്ലാം ഏകാഗ്രമാക്കി ഭഗവാനിലേക്കാക്കി അങ്ങനെ ഒഴുക്കി 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 ഭഗവാനോട് അടുപ്പിച്ച് ഭഗവത് അനുഭൂതി നമുക്ക് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് മനസ്കരം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഭാസ്വരം, പ്രകാശമാനനായിരിക്കുന്നവൻ. ഭഗവാന്റെ കാന്തി അതിവിശിഷ്ടമാണ്. ധ്യാനിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കാന്തിമത്തായിട്ട് വേണം ഭഗവാനെ ധ്യാനിക്കാൻ. ഭഗവാൻ ഇരിക്കുന്നത് തന്നെ ഒരു പ്രകാശഗോളം ഇരിക്കുന്ന പോലെ, അങ്ങനെ ഭഗവാന് ചുറ്റും ആ പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന ഭാവം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. കാരണം അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നവനാണ്, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭാസ്വരനെ നമസ്കൃതാം എന്ന വാക്കിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ മനസ്കരം എന്ന ശബ്ദത്തോടും ഭാസ്വരം എന്ന ശബ്ദത്തോടും നമുക്ക് ഈ നമസ്കൃതാം എന്ന വാക്കിനെ ചേർക്കാം. അപ്പൊ നമസ്കൃതാം മനസ്കരം എന്ന് പറഞ്ഞാൽ
തന്നെ നമസ്കരിക്കുന്നവർക്ക് മനസ്സിനെ ജനിപ്പിക്കുന്നവൻ. അതായത് തന്നെ നമസ്കരിക്കുന്നവരുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് അവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ. അതേപോലെ നമസ്കൃതാം ഭാസ്വരം എന്ന് പറഞ്ഞാൽ തന്നെ നമസ്കരിക്കുന്നവരുടെ കാന്തിയെ വർദ്ധിപ്പിക്കുന്നവൻ. അവരുടെ തേജസ്സിനെ വർദ്ധിപ്പിച്ച് അവർക്ക് വളരെയധികം ശ്രേഷ്ഠമായ ഭാവത്തെ ഭഗവാൻ നൽകുന്നു. ഇവിടെ കാന്തി എന്ന് ഭക്തരുടെ തലത്തിൽ നോക്കുമ്പോൾ ബാഹ്യമായ കാന്തിയല്ല, ആന്തരികമായ കാന്തിയാണ്. അവരുടെ മനസ്സിന്റെ ശുദ്ധി വർദ്ധിച്ച് ബോധം അതിന്റെ പൂർണ്ണഭാവത്തെ നേടുന്നു. ആ ഭാസ്വരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമസ്കൃതാം ഭാസ്വരം എന്നർത്ഥമെടുക്കാം. ഭാസ്വരം എന്ന് ഒറ്റയ്ക്ക് വാക്കെടുക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ കാന്തിയെ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയുള്ള ആ പ്രകാശമാനനായിരിക്കുന്ന, ആരൊക്കെ നമിക്കുന്നുവോ അവരുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ നമസ്കരോമി, ഞാൻ നമസ്കരിക്കുന്നു എന്നിവിടെ പറയുന്നു. അങ്ങനെ 3-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തി ഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരണം ഭജേ പുരാണവാരണം. ആദ്യമായി പറയുന്നു അകിഞ്ചനാർത്തി മാർജനം. കിഞ്ചനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, അകിഞ്ചനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ലാത്തവരെയാണ് അകിഞ്ചനന്മാരെന്ന് പറയുന്നത്. അപ്പൊ അകിഞ്ചന ആർത്തി, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുരിതം. അപ്പൊ ഒന്നുമില്ലാത്തവരുടെ ദുഃഖത്തെ മാർജനം, ഇല്ലാതെയാക്കുന്നവനാണ്, അതിനെ കഴുകിക്കളയുന്നവനാണ്. ഒന്നുമില്ലാത്തവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 അർത്ഥത്തിലും അർത്ഥം പറയാം. ബാഹ്യമായി ഒന്നുമില്ലാത്തവർ, ദരിദ്രരായിരിക്കുന്ന ആൾക്കാരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കും, ദാരിദ്ര്യ ദുഃഖത്തെ ഇല്ലാതെയാക്കും. ഭഗവാന്റെ കൃപ നമുക്ക് ലഭിച്ചാൽ ദാരിദ്ര്യം ഇല്ലാതെയാകും, സമ്പദ് സമൃദ്ധി സ്വാഭാവികമായും സംഭവിക്കും. ഭഗവത് കൃപ ഒന്ന് മാത്രം ഉണ്ടായാൽ മതി, പിന്നെ സമ്പത്തിനായിട്ട് പ്രത്യേകിച്ച് യാചിക്കേണ്ട ആവശ്യമില്ല. ആ കൃപയൊന്ന് ലഭിച്ചാൽ തന്നെ സമ്പത്തുണ്ടാവും. അപ്പോൾ ദരിദ്രന്മാരുടെ ദുഃഖം, അതായത് ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ മാർജനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അകിഞ്ചനാർത്തി മാർജനം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി അകത്തുള്ള ഒരു ദാരിദ്ര്യമുണ്ട്, അതാണ് അറിവിന്റെ ദാരിദ്ര്യം. നമ്മൾ നമ്മളെയും അറിയുന്നില്ല, ചുറ്റുപാടുമുള്ള ലോകത്തോടുള്ള അതിന്റെ ബന്ധത്തെയും അറിയുന്നില്ല. ഇങ്ങനെ ഇവിടെ ഒരു അടിമയെ പോലെ കഴിയുകയാണ് നമ്മൾ. എന്നാൽ ഇതിനെല്ലാം അതീതമായ ഒരു ഭാവമുണ്ടെന്ന അറിവ് നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ഈ ദാരിദ്ര്യം ഇല്ലാതെയാകും. അപ്പൊ അകത്ത് നമുക്ക് ആ അറിവിനെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ടും അകിഞ്ചനാർത്തി മാർജനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തെയും അറിവാകുന്ന ഗംഗയെ പ്രവഹിച്ചുകൊണ്ട് ഭഗവാൻ കഴുകിക്കളയുന്നു. അതുകൊണ്ട് അകിഞ്ചനാർത്തി മാർജനം എന്ന് 2 അർത്ഥത്തിലും ഇവിടെ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നു. ചിരന്തനോക്തി ഭാജനം. ചിരന്തനം എന്ന് പറഞ്ഞാൽ സനാതനം എന്നാണ് അർത്ഥം. ഉക്തി എന്നാൽ പറച്ചിൽ. അപ്പൊ ചിരന്തനോക്തി എന്ന് പറഞ്ഞാൽ സനാതനമായ പറച്ചിൽ. അത് ഭാജനം, അത് വഹിക്കുന്നവൻ, അത് സ്വീകരിക്കുന്നവൻ, അത് ഉൾക്കൊള്ളുന്നവൻ എന്നെല്ലാം അർത്ഥം. അപ്പൊ ഇവിടെ സനാതനമായ ഉക്തിയെ ഭജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, സനാതനമായ ഉക്തി എന്ന് പറഞ്ഞാൽ അത് വേദമാണ്. ഉക്തി വാക്കാണ്, വേദം വാക്കാണ്, അറിവാണ്, അത് ശാശ്വതമായ അറിവാണ്. അപ്പോൾ വേദത്തെയാണ് ചിരന്തനോക്തി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ വേദത്തെ വഹിക്കുന്നവനായതുകൊണ്ട് ചിരന്തനോക്തി ഭാജനം. ആ വേദത്തെ പ്രകാശിപ്പിച്ചതും അതിനെ ഈ ലോകത്തിൽ നിലനിർത്തുന്നതും നമുക്കത് പ്രദാനം ചെയ്യുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് ചിരന്തനോക്തി ഭാജനം എന്നൊരർത്ഥം. ഈ വേദത്തിൽ ആരെയാണോ ഭജിക്കുന്നത്, അതായത് ഈ വേദത്തിലെ മന്ത്രങ്ങൾ ആരിലേക്കാണോ ചെന്നെത്തുന്നത് അവനായിരിക്കുന്നതും ഭഗവാനായതുകൊണ്ട് ചിരന്തനോക്തി ഭാജനം. അതായത് വേദം വർണ്ണിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. അപ്പൊ വേദത്തിന്റെ ഈശ്വരനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ചിരന്തനോക്തി ഭാജനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി പറയുന്നു പുരാരി പൂർവനന്ദനം. പുരാരി എന്ന് പറഞ്ഞാൽ ശിവൻ. ത്രിപുരനെ വധിച്ചവനായതുകൊണ്ട് ത്രിപുരന്റെ ശത്രുഭാവം സദാ ഭഗവാനെ കൽപ്പിച്ചിരിക്കുന്നു. പുരം എന്ന് പറഞ്ഞാൽ ദേഹം എന്ന അർത്ഥമെടുക്കാം. അപ്പൊ ദേഹത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ കുടുങ്ങി നിൽക്കുന്നവനല്ല ഭഗവാൻ. ദേഹത്തിനെ എല്ലാം ഉപേക്ഷിച്ച് പരിപൂർണമായ ഭാവത്തിൽ നിൽക്കുന്നവനായതുകൊണ്ട് പുരാരി എന്ന് ഭഗവാനെ വിളിക്കും. ആ പരമശിവന്റെ പൂർവനന്ദനാണ് ഭഗവാൻ. ഏറ്റവും ആദ്യത്തെ മകനാണ് ഭഗവാൻ. പരമശിവന്റെ ആദ്യ പുത്രനാണ്. അതുകൊണ്ട് പുരാരി പൂർവനന്ദനം എന്നർത്ഥമെടുക്കാം. നന്ദനം എന്ന ശബ്ദം കൊണ്ട് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥവും എടുക്കാം. അപ്പോൾ പുരാരിക്ക് ഏറ്റവും ആദ്യം ആനന്ദത്തെ ഉണ്ടാക്കുന്നത് ഭഗവാനാണ്. കാരണം പുരാരിയുടെ ആത്മാവാണ്
ഏറ്റവും ആദ്യത്തെ ആനന്ദം, ബാക്കിയെല്ലാം അതിനു ശേഷമാണ്. അപ്പൊ പുരാരിയുടെ ആത്മാവായി ശോഭിക്കുന്നവനാണ് ഭഗവാൻ ഗണപതി എന്ന് സൂചിപ്പിക്കാൻ പുരാരി പൂർവനന്ദനം. കാരണം ഗണപതി എന്നുള്ളത് നാമരൂപാത്മകമായി നമ്മൾ പല ഭാവത്തിൽ കൽപ്പിച്ചാലും ആത്യന്തികമായി അത് പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മ കട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വൈഭവമാണ് ഗണപതിയുടേത്. അപ്പൊ ഗണപതി ആ ഭാവത്തിൽ കാണിക്കാനാണിടെ പുരാരി പൂർവനന്ദനം. അപ്പോൾ ശിവന്റെ ആദ്യത്തെ മകനാണെന്ന് സാമാന്യർത്ഥവും എടുക്കാം, ശിവന്റെ ആത്മാവായി പ്രകാശിക്കുന്നവനാണെന്ന് സൂക്ഷ്മാർത്ഥവും എടുക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലും പുരാരി പൂർവനന്ദനം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. സുരാരി ഗർവ ചർവണം, സുരന്മാരുടെ ശത്രുക്കൾ, സുരന്മാരുടെ ശത്രുക്കൾ അസുരന്മാരും, അസുരന്മാരുടെ ഗർവത്തെ ഇല്ലാതെയാക്കുന്നവൻ, അതാണ് സുരാരി ഗർവ ചർവണം. അസുരന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാനെ അംഗീകരിക്കാത്തവരാണ്. അവർക്ക് ലോകമാണ് സത്യം, ഇവിടെയുള്ള സുഖങ്ങളാണ് സത്യം, ഇതിനതീതമായി ധ്യാനമൊക്കെ അഭ്യസിച്ച് അകത്തനുഭവിക്കത്തക്കതായി ഒന്നുമുണ്ടെന്ന് അവർ കരുതുന്നില്ല. ഇതാണ് അവരുടെ ഗർവം. അപ്പൊ അവരുടെ ഈ അജ്ഞാനമാണ് അവരുടെ ഗർവമായി വരുന്നത്. ഈ ഗർവത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജ്ഞാനത്തെ നൽകും ഭഗവാൻ. അപ്പൊ അവർക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം സ്വാഭാവികമായി ഇല്ലാതെയാകും. അങ്ങനെ സുരാരി ഗർവ ചർവണം എന്ന് അർത്ഥമെടുക്കാം. ഇനി അസുരന്മാര് അഹങ്കരിച്ചുകൊണ്ട് സുരന്മാർക്ക് നേരെ തിരിയുന്ന പല സന്ദർഭങ്ങളും പുരാണങ്ങളിൽ നമ്മൾ കാണാം. അങ്ങനെ അവർക്ക് നേരെ തിരിയുമ്പോൾ ആ സുരന്മാരെ രക്ഷിക്കാൻ വരുന്നത് എന്നും ഭഗവാനാണ്. അങ്ങനെ അവരെ രക്ഷിക്കാൻ വന്ന അസുരന്മാരോട് പൊരുതി അവർക്ക് കരുത്തുണ്ടെന്നുള്ള അഹങ്കാരത്തെ അവരെ തോൽപ്പിച്ചില്ലാതെയാക്കും. അപ്പൊ അങ്ങനെയും സുരാരി ഗർവ ചർവണനാണ് ഭഗവാൻ. ഇങ്ങനെ രണ്ടർത്ഥത്തിലും സുരാരി ഗർവ ചർവണം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അടുത്തതായി പറയുന്നു പ്രപഞ്ചനാശഭീഷണം. പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളത്. ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം എന്ന 5 ഭൂതങ്ങളാൽ നിർമ്മിതമായതെന്തോ അതാണ് പ്രപഞ്ചം. അപ്പൊ ഭൗതികമായ സ്ഥൂലമായ നമുക്ക് ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന ഇതെല്ലാം പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാശമാകുന്ന ഭയാനകമായ അവസ്ഥാ സ്വരൂപത്തിലിരിക്കുന്നവൻ, അതാണ് പ്രപഞ്ചനാശഭീഷണം. അതായത് പ്രപഞ്ചത്തിന് നാശം വിതച്ചുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്നവൻ. പ്രപഞ്ചത്തിന്റെ നാശം എന്ന് പറഞ്ഞാൽ ലയമാണ്. എവിടെ നിന്ന് ഇത് വിരിഞ്ഞു വന്നുവോ തിരിച്ചവിടേക്ക് ചെന്ന് ലയിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രപഞ്ചനാശം. അപ്പൊ അതുകൊണ്ട് എല്ലാം ലയിപ്പിച്ച് എല്ലാത്തിനെയും തന്നിലേക്ക് ആക്കുന്നവനായതുകൊണ്ട് പ്രപഞ്ചനാശഭീഷണം എന്നൊരർത്ഥമെടുക്കാം. ഇനി സ്ഥൂലമായി നോക്കിയാൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ പലതും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നശിപ്പിക്കപ്പെടുന്നതുമുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിൽ ഈ നാശം നടക്കുന്ന, സ്ഥൂലമായി തന്നെ നടക്കുന്ന നാശങ്ങൾ കണ്ടാൽ അത് ഭീതിതമാണ്, നമ്മളെ ഭയപ്പെടുത്തും. അത് വാസ്തവത്തിൽ അറിയാതെ തന്നെ ഭഗവാനെ വിളിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളാണ്. വളരെയധികം അഹങ്കാരമുള്ള വ്യക്തികൾ പോലും അറിയാതെ ഒന്ന് ഭഗവാനെ വിളിക്കുന്ന സങ്കല്പങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം നടക്കുന്ന ഭാവം വരുന്ന സമയത്ത്. അപ്പൊ ആ ഭാവത്തിൽ ശോഭിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ഇല്ലാതെയാക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ആ ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. പ്രപഞ്ചം ഇല്ലാതെയാക്കുന്ന താണ്ഡവത്തിന്റെ ഒരു ഭാവമുണ്ട്. ആ ഭാവത്തിൽ ശോഭിക്കുന്ന പരമേശ്വരനായി ശോഭിക്കുന്നവൻ എന്ന അർത്ഥവും എടുക്കാം. താണ്ഡവം സൃഷ്ടിയുമാണ്, സംഹാരവുമാണ്. 2 ഭാവവും താണ്ഡവത്തിനുണ്ട്. മധ്യത്തിലുള്ള സ്ഥിതിഭാവവും അതിലുണ്ട്. അപ്പോൾ ആ ഭാവത്തിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് നിലനിർത്തി ഇല്ലാതെയാക്കുന്നവൻ എന്ന അർത്ഥത്തിലും പ്രപഞ്ചനാശഭീഷണം എന്ന് ഇവിടെ അർത്ഥമെടുക്കാം. ഇനി പ്രപഞ്ചനാശം എന്നുള്ളത് മരണം എന്ന പദത്തിലെടുക്കാം. കാരണം പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കുന്നത് മരണമാണത്. അതിനെ ഭയപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രപഞ്ചനാശഭീഷണം. പ്രപഞ്ചനാശകൻ ആരാണ്? അവിടെ യമനാണ്. ആ യമനെയും ഭയപ്പെടുത്തുന്നവൻ. മൃത്യുശ്ചരതി മദ്ഭയാത് എന്ന് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. കപിലമുനിയുടെ മറ്റു ഉപദേശത്തിൽ വരുന്നതാണ്. അപ്പൊ എന്നെ ഭയന്നിട്ടാണ് മൃത്യു പോലും ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഭയം ആരെയാണ് ഭയക്കുന്നത്? അവിടെ ഞാൻ എന്ന് പറയുന്നത് പരബ്രഹ്മത്തെയാണ്, അത് ഭഗവാനാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് നാശമുണ്ടാക്കുന്ന മൃത്യുവിനെ പോലും ഭയപ്പെടുത്തുന്നവൻ എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചനാശഭീഷണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ധനഞ്ജയാദിഭൂഷണം. ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ അത് അർജുനന്റെ ഒരു പര്യായ പദമാണ്. അപ്പോൾ അർജുനൻ, ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവൻ. അപ്പൊ അർജുനൻ തുടങ്ങിയെന്നവർക്കുള്ള ഭൂഷണം, അവരെ പോലും ഭൂഷണമാക്കിയവൻ എന്നൊരർത്ഥം വന്നു. അവരെ ഭൂഷണമാക്കുക, ആഭരണമാക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മങ്ങളെ ചെയ്തത് ഭഗവാനാണ്. അപ്പൊ ധനഞ്ജയൻ, അർജുനൻ ചെയ്തിട്ടുള്ള വീരകൃത്യങ്ങൾ മഹാഭാരതത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അങ്ങനത്തെയുള്ള
വീരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവനായതുകൊണ്ട് ആ ചെയ്യാനുള്ള പ്രാപ്തി അർജുനന് ലഭിച്ചിട്ടുള്ളത് ഭഗവാനിൽ നിന്നായതുകൊണ്ട് ഭഗവാനെ ധനഞ്ജയാദി ഭൂഷണം എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ ആഭരണങ്ങളായി ഇത്തരം മഹാത്മാക്കളെ നമുക്ക് കാണാം, ഭഗവാന്റെ വിഭൂതിയായി ഇവരെയെല്ലാം കാണാം. അപ്പൊ ഇവരുടെ പ്രവൃത്തിയിലൂടെ ഭഗവാന്റെ മഹിമയെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ മഹിമകളാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും, അങ്ങനെ ആൾക്കാരോട് ആദരവ് കാണിക്കും. പക്ഷെ വാസ്തവത്തിൽ എല്ലാ മഹിമയുടെയും ഉറവിടം തേടി ചെന്ന് നമ്മൾ എത്തിയാൽ അത് എത്തി നിൽക്കുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ധനഞ്ജയാദി ഭൂഷണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഉള്ളിലുള്ള പ്രാണങ്ങളുണ്ട്, 10 തരത്തിലുള്ള പ്രാണങ്ങളുണ്ട്. ആ പ്രാണങ്ങളിൽ ഒന്നാണ് ധനഞ്ജയൻ എന്ന പ്രാണം. അപ്പൊ അങ്ങനെ ഈ 10 തരത്തിലുള്ള പ്രാണങ്ങളെയും ഭൂഷണമായി ധരിച്ചിരിക്കുന്നവൻ, അതായത് അതിനെ നിയന്ത്രിക്കുന്നവൻ, അതിനെ അതിൻ്റെ ദിശയിലേക്ക് അതിൻ്റെ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുത്തുന്നവൻ, അതിന് ഈശ്വരനായി വർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ധനഞ്ജയാദി ഭൂഷണം എന്നിവിടെ പറയാം. അപ്പൊ ഇങ്ങനെ 2 തരത്തിലും ധനഞ്ജയാദി ഭൂഷണനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. കപോല ദാനവാരണം. കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടം, ദാനം എന്ന് പറഞ്ഞാൽ മദജലം, അപ്പോൾ വാരണം എന്ന് പറഞ്ഞാൽ ആന. അപ്പോൾ ആനയുടെ മദജലം ഇങ്ങനെ ഒഴുകണം, ഭഗവാന്റെ തല ആനയുടെ തലയാണല്ലോ. അപ്പൊ ആ മദജലം ഇങ്ങനെ ഒഴുകി അത് ഇങ്ങനെ കവിൾത്തടത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നൊരർത്ഥം എടുക്കാം. അപ്പോൾ മദജലം സൂചിപ്പിക്കുന്നത് ആനയുടെ ശക്തിയെയാണ്. മതപ്പാടോടുകൂടിയാണ്, നല്ല ലക്ഷണമൊത്ത നല്ല കരുത്തുള്ള ആനയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സദാ ആ ഒരു ഭാവം, ആ കരുത്തോടു കൂടി ഇരിക്കുന്നവനായതുകൊണ്ട് കപോല ദാനവാരണം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാൻ തൻ്റെ ഭക്തരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ, അവർക്ക് അഭയം നൽകാൻ തീരുമാനിച്ചാൽ അവരുടെ മതത്തെ ഭഗവാൻ ഇല്ലാതെയാക്കും. അപ്പോൾ മതത്തെ ഇല്ലാതെയാക്കും എന്ന അർത്ഥത്തിൽ വാരണം എന്ന ശബ്ദത്തിന് നിർത്തുക, തടയുക എന്ന അർത്ഥമെടുത്താൽ മതജലത്തെ തടയുന്നവൻ, തൻ്റെ കപോലം കൊണ്ട് തടയുന്നവൻ എന്നർത്ഥം വന്നു. അപ്പോൾ ഭക്തരോട് കൃപയുള്ളത് കൊണ്ട് ഭക്തരുടെ മതജലത്തെ ഭഗവാൻ നിർത്തും. ഇപ്പൊ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതം, അതായത് അഹങ്കാരം ഇല്ലാതെയാകും എന്നൊരർത്ഥവും കപോലദാന വാരണം എന്ന ശബ്ദം കൊണ്ട്. അപ്പോൾ ഒന്ന് ഭഗവാന്റെ ശക്തിയെയാണ്, ബാഹ്യമായ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്, മറ്റേത് ആന്തരികമായ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ കപോലദാന വാരണം. ഭജേ, ഭജിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. പുരാണവാരണം. പുരാണം എന്ന് പറഞ്ഞാൽ പണ്ടുള്ളത്, വളരെ പഴയതായ വാരണം, ആന. ഏറ്റവും ആദ്യത്തെ ആന എന്ന് തന്നെ വിളിപ്പിക്കാം. ആന എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഇടയിൽ ആദ്യം വരുന്ന ഭാവം ഗണപതിയുടെയാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രസിദ്ധനായ ആനയായതുകൊണ്ട്, പുരാണ പ്രസിദ്ധിയുള്ള ആനയായതുകൊണ്ട് പുരാണവാരണം എന്നൊരർത്ഥം. വാരണ ശബ്ദത്തിന് സംരക്ഷിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ പുരാണത്തെ സംരക്ഷിക്കുന്നവൻ, പുരാണം എന്ന പദം കൊണ്ട് പുരാണ കഥകൾ എന്നർത്ഥമെടുക്കാം. അപ്പൊ പുരാണ കഥകളെ സംരക്ഷിക്കുന്നവൻ, ഇന്നും അത് നിലനിൽക്കുന്നു. അപ്പൊ അത് ഭഗവാന്റെ സംരക്ഷണം കൊണ്ടാണെന്ന് അനുമാനിക്കാം. അപ്പൊ പുരാണങ്ങളെ സംരക്ഷിക്കുന്നവൻ. പുരാണ ശബ്ദം കൊണ്ട് എന്നും ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായിരുന്നത് എന്നർത്ഥമെടുത്താൽ ആത്മശബ്ദത്തിന് പുരാണം എന്ന ശബ്ദം സിനോണിമസ് ആവും. അപ്പൊ ആത്മാവിനെ സംരക്ഷിക്കുന്നവൻ, അതായത് നമ്മുടെ എല്ലാം ഉള്ളിൽ ചൈതന്യമായി നിലനിൽക്കുന്നവൻ, ആ ചൈതന്യത്തെ അവിടെ തന്നെ നിലനിർത്തുന്നവനായതുകൊണ്ട് പുരാണവാരണം. അപ്പൊ ഇങ്ങനെ 2 അർത്ഥത്തിലും പുരാണവാരണമാണ്. ആ ഭഗവാനെ ഭജേ, ഞാൻ ഭജിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു എന്നിവിടെ പറയുന്നു. അങ്ങനെ 4ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി അവസാനത്തെ ശ്ലോകമാണ്, 5ാമത്തെ ശ്ലോകമാണ്. നിതാന്തകാന്തദന്തകാന്തിമന്തകാന്തകാത്മജം അചിന്ത്യ രൂപമന്തഹീനമന്തരായ കൃന്തനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. നിതാന്തകാന്ത ദന്തകാന്തിം. നിതാന്തം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്തതായ, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയില്ലേ, ആ ഭാവത്തിലുള്ളതാണ് നിതാന്തം. അപ്പൊ അഭൗമമായ, ദിവ്യമായ എന്നെല്ലാം അർത്ഥം. കാന്തം, ശോഭ. അപ്പൊ നിതാന്ത കാന്തം എന്ന് പറഞ്ഞാൽ അഭൗമമായ ശോഭയോടുകൂടിയ ദന്തം, കൊമ്പ്, പല്ല്, കാന്തി. അതായത് ഭഗവാൻ ഏകദന്തനാണ്. ഭഗവാൻ ഏകദന്തമേ ഉള്ളൂ എന്ന് പറയാൻ താത്വികമായ ഒരു അർത്ഥം പറയുന്നത് ഭഗവാൻ അദ്വൈത ഭാവമാണ്, 2 ഇല്ല, 1 ഉള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ്. എന്നാലും നമ്മളൊരു രൂപമായി കൽപ്പിക്കുമ്പോൾ ഒറ്റക്കൊമ്പോട് കൂടിയ ഭാവത്തിലാണ് സങ്കല്പിക്കുക. ആ ഒറ്റക്കൊമ്പിന് നിതാന്തമായ കാന്തിയുണ്ട്, അഭൗമമായ ദിവ്യമായ കാന്തിയുണ്ട്. ആ കാന്തിയോടൊത്ത പല്ലോടുകൂടിയ, കൊമ്പോടുകൂടിയ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നൊരർത്ഥം. ഇനി ഇവിടെ
ദന്തം എന്ന ശബ്ദത്തിന് കൊടുമുടി, പീക്ക് എന്ന അർത്ഥമെടുത്താൽ നിതാന്തമായ കാന്തം, അതായത് അഭൗമ ഒരു കൊടുമുടിയുടെ അഗ്രഭാഗത്തുള്ള അഭൗമമായ കാന്തിയോടൊത്ത കാന്തിയായി ഉള്ളവൻ എന്നൊരർത്ഥം വന്നു. അപ്പൊ കൊടുമുടിയുടെ മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ്, ഏറ്റവും ഉയരങ്ങളിലുള്ള കൊടുമുടി ആകുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കും, അങ്ങനെ വെളുത്തിരിക്കും. അങ്ങനത്തെ കാന്തിയോട് കൂടിയവൻ അഥവാ അങ്ങനെയുള്ള കൊടുമുടികൾക്ക് ആ കാന്തിയെ നൽകുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പൊ ഭഗവാന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കാനും നിതാന്ത കാന്ത ദന്ത കാന്തിം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ വളരെ ശോഭയോടുകൂടിയ, ദിവ്യമായ ശോഭയോടുകൂടിയ, ഒറ്റക്കൊമ്പോട് കൂടിയവൻ എന്നൊരർത്ഥവും, അതല്ലെങ്കിൽ കൊടുമുടിയുടെ ആ പ്രകാശത്തെ അതിന് പ്രദാനം ചെയ്യുന്നവൻ എന്നോ, അല്ലെങ്കിൽ ആ പ്രകാശത്തോടൊത്ത് ഭക്തരുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ എന്നോ അർത്ഥത്തിൽ നിതാന്ത കാന്ത ദന്ത കാന്തിം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അന്തകാന്തകാത്മജം, അന്തകൻ മൃത്യു. അന്തകാന്തകൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ഇല്ലാതെയാക്കിയവൻ പരമശിവൻ. ആത്മജൻ എന്ന് പറഞ്ഞാൽ മകൻ. അപ്പോൾ മൃത്യുവിനെ ഇല്ലാതെയാക്കിയവന്റെ മകനായിരിക്കുന്നവൻ, പരമശിവന്റെ പുത്രനായിരിക്കുന്നവൻ അന്തകാന്തകാത്മജം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി മൃത്യുവിനെ ഇല്ലാതെയാക്കുന്നവന്റെ ഉള്ളിൽ ജനിക്കുന്നവൻ എന്നർത്ഥവും, മൃത്യുവിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ആത്മാവിനെ ജനിപ്പിക്കുന്നവൻ എന്നൊരർത്ഥവും ഇവിടെ എടുക്കാം. അപ്പൊ അന്തകാന്തകാത്മജം എന്ന് പറയുമ്പോൾ, ആ തലത്തിൽ പറയുമ്പോൾ, സംസാര സാഗരത്തിലുള്ള നമ്മുടെ ബന്ധനമാണ് മരണം. ആ മരണത്തെ അറിവ് പ്രദാനം ചെയ്തുകൊണ്ട് ഇല്ലാതെയാക്കി നമ്മുടെ ഉള്ളിൽ ആത്മഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് മോക്ഷത്തെ നൽകുന്നവൻ എന്നർത്ഥത്തിലും അന്തകാന്തകാത്മജം. അപ്പൊ ഒന്ന് അന്തകനെ ഇല്ലാതെയാക്കി അന്തകാന്തകനായ മഹാദേവന്റെ, ആ പരമശിവന്റെ പുത്രനായിരിക്കുന്നവനെന്നും, ഒന്ന് നമുക്ക് ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥത്തിലും, ഈ രണ്ട് ഭാവത്തിലും അന്തകാന്തകാത്മജം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അടുത്തതായി പറയുന്നത് അചിന്ത്യ രൂപം. അചിന്ത്യ രൂപം, ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തോടു കൂടിയവൻ. വാസ്തവത്തിൽ ഭഗവാന് രൂപം തന്നെയില്ല. നാമമോ രൂപമോ ഭഗവാനെ സ്പർശിക്കുന്നില്ല. പക്ഷെ ഒരു സാധാരണ ഭക്തന് ഭഗവാനെ സമീപിക്കാനുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിന്റെ തലത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവന്നാൽ മാത്രമേ ഉപാസന നടക്കൂ. അതുകൊണ്ട് രൂപമില്ലാത്തവന് രൂപം കൽപ്പിക്കാം. അപ്പൊ രൂപം കൽപ്പിക്കുമ്പോൾ തന്നെ ആ രൂപം അചിന്ത്യമാണെന്ന് ഇവിടെ പറയുന്നു. ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തോട് കൂടിയവനാണ്. ഈ ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പരിമിതമാണെങ്കിലും അതിനപ്പുറം എന്തോ ഉണ്ടെന്ന ബോധം നമുക്ക് സദാ ഉണ്ടാവും. അതുകൊണ്ടാണ് അചിന്ത്യ രൂപം. അപ്പൊ ഭഗവാനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതായത് കേനോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, പെട്ടെന്ന് അത് ഓർമ്മ വരുന്നില്ല. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് എന്തോ, എന്നാൽ എന്തിനാലാണോ മനസ്സ് മനനം ചെയ്യുന്നത് അതാണ് പരബ്രഹ്മ തത്വം എന്ന് കേനോപനിഷത്തിൽ പറയുന്നുണ്ട്. യൻ മനസാന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസത്തെ. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ, അതുകൊണ്ട് അചിന്ത്യ രൂപം. ഭഗവാന്റെ രൂപത്തെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിന് പോലും അപ്പുറം നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അചിന്ത്യ രൂപം. അന്തഹീനം, അന്തം അവസാനം, ഹീനം ഇല്ലാത്തത്, അവസാനം ഇല്ലാത്തത്, അനന്തനാണ് ഭഗവാൻ. ഭഗവാന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. എവിടുന്ന് ആരംഭിക്കുന്നു എന്ന് അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റില്ല, എവിടെ അവസാനിക്കുന്നു എന്ന് ചോദിച്ചാലും അറിയില്ല. അനന്തനാണ്. കാരണം ഭഗവാന് ദേശമോ കാലമോ ഇല്ല. അന്തവും ആദിയും ദേശകാലങ്ങൾക്കാണ്. അതിനതീതമായി നിൽക്കുന്നവൻ ഇത് രണ്ടുമില്ല. അതുകൊണ്ട് അന്തഹീനനാണ് ഭഗവാൻ. അന്തരായ കൃന്തനം. അന്തരായം എന്ന് പറഞ്ഞാൽ വിഘ്നം, കൃന്തനം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. അപ്പൊ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവൻ, വിഘ്നനാശകനാണ് അന്തരായ കൃന്തനം. വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പരിശ്രമങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നതെല്ലാം വിഘ്നങ്ങളാണ്. ഭൗതികമായ പരിശ്രമങ്ങളാണെങ്കിലും ആത്മീയമായ പരിശ്രമങ്ങളാണെങ്കിലും അതിലുള്ള എല്ലാ വിഘ്നങ്ങളെയും അപ്പോൾ ഇല്ലാതെയാക്കും. ഭഗവാന്റെ കൃപയൊന്ന് ലഭിച്ചാൽ വിഘ്നങ്ങൾ ഇല്ലാതെയാകും. വിഘ്നങ്ങൾ ഇല്ലാതെയായാൽ കർമ്മഫല പ്രാപ്തി വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പൊ ശ്രേഷ്ഠത നമുക്ക് സ്വാഭാവികമായി സംഭവിക്കും. അതുകൊണ്ട് അന്തരായ കൃന്തനം എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം. യോഗികളുടെ ഹൃദന്തരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിരന്തരം വസന്തം, സദാ യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ. യോഗി ജീവനെയും ആത്മാവിനെയും, അതായത് ജീവനെയും പരമനെയും ഒന്നായി മനസ്സിലാക്കി ബ്രഹ്മാനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നവനാണ് യോഗി.
ആ ഭാവത്തിൽ അവന്റെ ഉള്ളിലുള്ളത് എന്താ? ഹൃദയത്തിന്റെ അന്തരത്തിൽ അത് ബ്രഹ്മാനന്ദമാണ്. ആ ബ്രഹ്മാനന്ദ സ്വരൂപനായിരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാൻ ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ യോഗി ഏതൊന്നിനു വേണ്ടിയാണോ യോഗത്തെ ചെയ്യുന്നത് അത് ഭഗവാനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളും നമ്മുടെ ഉള്ളിൽ ആത്മാനന്ദമായി അനുഭവിക്കുന്നത് ഭഗവാനെ തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്ന ഒരു സൂചനയും ശങ്കരാചാര്യർ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. ആ ഏകദന്തനെ, ഭഗവാന് ഒരു കൊമ്പേ ഉള്ളെന്ന് നേരത്തെ പറഞ്ഞു, അത് അദ്വൈത ഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. കഥയിൽ പറയുന്ന സമയത്ത് അത് വ്യാസര് പറഞ്ഞത് കേട്ടനുസരിച്ച് മഹാഭാരതം എഴുതുമ്പോൾ ആ എഴുത്താണി പെട്ടെന്ന് ഒടിഞ്ഞു പോയെന്നും ആ വേഗത ഉൾക്കൊള്ളാൻ അതിന് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ കൊമ്പൊടിച്ചുകൊണ്ട് എഴുതി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിന് മഹാഭാരതത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥവും ആ ഒരു ഏകദന്ത ശബ്ദത്തിനുണ്ട്. ഏറ്റവും വലിയ അറിവാണ് മഹാഭാരതം. ആ അറിവ് ആത്മജ്ഞാനം തന്നെയാണ്. മഹാഭാരതത്തിന്റെ മധ്യത്തിലാണ് ഭഗവത്ഗീതയുള്ളത്. അത് ജ്ഞാനോപദേശദായകമാണ്. അപ്പോൾ ആ ഇതിനെ ലോകത്തിന് നൽകി, ആത്മബോധത്തെ ലോകത്തിന് നൽകിയവനായതുകൊണ്ടും ഏകദന്ത ഭാവം സൂചിപ്പിക്കുന്നു. പിന്നെ അദ്വൈത ബോധത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഏകദന്തനെ ഏകമേവ ചിന്തയാമി സന്തതം, ഏകാഗ്രമായി എന്നും ഒറ്റയായെന്നും രണ്ടില്ല, അതൊന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഏകാഗ്രമായി ആ ഏകദന്തനെ ഞാൻ സന്തതം ചിന്തയാമി, ഞാൻ സന്തതം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സ്തോത്രം ഞാൻ ചൊല്ലുന്നത് തന്നെ നിന്നെ ചിന്തിക്കാൻ വേണ്ടിയാണെന്ന് ശങ്കരാചാര്യർ പറയുന്നു. സന്തതം എന്റെ സ്തോത്രം ഞാൻ 5 ശ്ലോകങ്ങൾ ചൊല്ലി അത് പര്യവസാനിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നീ അല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാഹ്യമായി നോക്കിയാലും ആന്തരികമായി നോക്കിയാലും നീ മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ നിന്നെ സദാ ധ്യാനിക്കുന്നു എന്നിവിടെ പറയുന്നു. തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. അങ്ങനെ 5 ശ്ലോകങ്ങളെ, പഞ്ചരത്നങ്ങളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി ഇതിന്റെ ഫലശ്രുതിയാണ് അവസാനമായി പറയുന്നത്. മഹാഗണേശ പഞ്ചരത്നമാദരേണ യോൻവഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൻ ഗണേശ്വരം അരോഗതാമദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സോചിരാത്. മഹാഗണേശ പഞ്ചരത്നം ആദരേണ യോ അൻവഹം. അൻവഹം എന്ന് പറഞ്ഞാൽ ദിവസവും. അപ്പൊ എല്ലാ ദിവസവും യാതൊരുത്തനാണോ ആദരേണ, ആദരവോടുകൂടി മഹാഗണേശ പഞ്ചരത്നമാകുന്ന ഈ സ്തോത്രത്തെ യാതൊരുവനാണോ എല്ലാ ദിവസവും ആദരവോടുകൂടി പ്രജൽപതി ജപിക്കുന്നത്, ചൊല്ലുന്നത്. എപ്പോൾ? പ്രഭാതകേ, അതായത് പ്രഭാതത്തിൽ, കാലത്ത് എണീറ്റ് ഏതൊരുവനാണോ ആദരവോടുകൂടി ഇതിനെ ചൊല്ലുന്നത്. എങ്ങനെ ചൊല്ലണം? ഹൃദി സ്മരൻ ഗണേശ്വരം, ഹൃദയത്തിൽ ഗണേശ്വരനെ സ്മരിച്ചുകൊണ്ട് ചൊല്ലണം. വെറുതെ വാക്കുകൾ ഉച്ചരിച്ചാൽ പോരാ, ഗണപതിയെ കുറിച്ചാണ് താൻ ഇത് സ്തുതിക്കുന്നതെന്നും ആ ഗണപതിയുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഗണപതിയുടെ മഹിമയെ ഉള്ളിൽ നിറയ്ക്കണമെന്നും അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണമെന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രഭാതത്തിൽ ആദരവോടുകൂടി ഭഗവാന്റെ ഈ സ്തോത്രത്തെ, ഈ പഞ്ചരത്നത്തെ ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ആര് ജപിക്കുന്നുവോ അവന് ചില കാര്യങ്ങളൊക്കെ ലഭിക്കും. അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അരോഗതാം അദോഷതാം സുസാഹിതീം സുപുത്രതാം. അരോഗതാം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ, ആരോഗ്യം അവന് ലഭിക്കും. അവന്റെ ശരീരത്തിനുള്ള ആരോഗ്യവും മനസ്സിനുള്ള ആരോഗ്യവും അവൻ ഉറപ്പായും ലഭിക്കും. അത് ശങ്കരാചാര്യർ ഉറപ്പ് നൽകുകയാണ്, അതിലൊരു സംശയവും വേണ്ട. അരോഗതാം അദോഷതാം. രോഗം ദോഷമാണ്. അപ്പൊ അരോഗതാം എന്ന് പറഞ്ഞാൽ ദോഷമെല്ലാം ഇല്ലാതെയാക്കി, ശരീരത്തിന്റെ ദോഷങ്ങളെയും മനസ്സിന്റെ ദോഷങ്ങളെയും ഇല്ലാതെയാക്കി. ഇനി ആത്മീയമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റായ ചിന്തകളും അതിനുള്ള വാസനകളും ഒക്കെയാണ് നമ്മുടെ ദോഷം. അത് നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവദോഷങ്ങളായും കർമ്മത്തിൽ കർമ്മദോഷങ്ങളായും ഒക്കെ പരിണമിക്കുന്നു. ആ ദോഷങ്ങളെ എല്ലാം ഇല്ലാതെയാക്കും. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ പഞ്ചരത്നത്തെ സ്തുതിച്ചാൽ ആരോഗ്യവും ലഭിക്കും, എല്ലാ ദോഷങ്ങളും ഇല്ലാതെയാകും. അപ്പൊ ദോഷങ്ങൾ ഇല്ലാതെയാകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഗുണം വർദ്ധിക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സഗുണങ്ങൾ ലഭിക്കും. സുസാഹിതീം എന്ന പദത്തിന് നല്ല അറിവ് ലഭിക്കും എന്നൊരർത്ഥം എടുക്കാം. അതല്ലെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കും, നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും എന്നൊരർത്ഥവും എടുക്കാം. അടുത്തതായി പറയുന്നത് സുപുത്രതാമാണ്, നല്ല മകനെ കിട്ടും എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നല്ല മകനെ കിട്ടും എന്നുള്ളത് കൊണ്ട് നല്ല ഭാര്യയെ കിട്ടും എന്ന അർത്ഥവും ഇവിടെ എടുക്കാം. ഇനി സാഹിത്യം എന്ന പദം കൊണ്ട് തൻ്റെ കൂടെ സദാ സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഭഗവാൻ തൻ്റെ കൂടെ സദാ ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും നല്ല പങ്കാളി, ഏറ്റവും നല്ല സഹവാസി, തൻ്റെ സുഹൃത്തായിരിക്കുന്നത് ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാനെ സദാ ലഭിക്കും എന്ന അർത്ഥവും,
ആ ഭഗവാന്റെ മഹിമയാകുന്ന സ്തോത്രങ്ങൾ തന്നിൽ ജനിക്കുമെന്നുള്ളത് കൊണ്ട് സുപുത്രതാം എന്ന് നമുക്ക് വേണമെങ്കിൽ സൂക്ഷ്മമായിട്ടും അർത്ഥം പറയാം. അല്ല, സാധാരണയായി അർത്ഥം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭാര്യയിൽ ലഭിക്കും. ഇനിയിപ്പോൾ സ്ത്രീകളാണ് ജപിക്കുന്നതെങ്കിൽ നല്ല ഭർത്താവിനെ ലഭിക്കുമെന്നർത്ഥവും, അതുപോലെ സുപുത്രതാം നല്ല മക്കളെയും ലഭിക്കും. ഇനി സാഹിതി എന്ന ശബ്ദം കൊണ്ട് ഗുരുവിനെ സൂചിപ്പിക്കാം, അപ്പൊ നല്ല ഗുരുവിനെ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ സുപുത്രതാം എന്ന പദം കൊണ്ട് നല്ല ശിഷ്യന്മാരെ ലഭിക്കും എന്ന അർത്ഥവും എടുക്കാം. ഇങ്ങനെയെല്ലാം അരോഗതാം അദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിം അഭ്യുപൈതി സോചിരാ. സമാഹിതമായിട്ടുള്ള ആയുസ് അവന് ലഭിക്കും. സമാഹിതമായ ആയുസ് എന്ന് പറഞ്ഞാൽ ഉറച്ചിട്ടുള്ള ആയുസ്. അവന് പൂർണ്ണ ആയുസ്സുണ്ടാകും. ഈ ലോകത്തിൽ അവൻ എത്ര കാലം ഇരിക്കണമോ അത്രയും കാലം ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ ഇരുന്നിരിക്കും. അങ്ങനെ അവന്റെ ശരീരം കൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ പരമാവധി ചെയ്തു തീർത്തുകൊണ്ട് അവൻ മോക്ഷത്തെ നേടിയിരിക്കും. അത് ഈ സ്തോത്രം ജപിച്ചാൽ ഉറപ്പാണെന്ന് ശങ്കരാചാര്യർ ഇവിടെ ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് സമാഹിതായുർ എന്ന് പറയുന്നത്. അഷ്ടഭൂതി അഭ്യുപൈതി സോ അചിരാത്. അചിരാത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ അവൻ നേടുന്നു. എന്തിനെ? അഷ്ടഭൂതിയെ. അഷ്ടഭൂതി എന്ന് പറഞ്ഞാൽ ഭൂതി എന്നാൽ ഐശ്വര്യം. അപ്പൊ 8 വിധത്തിലുള്ള ഐശ്വര്യത്തെ അവൻ നേടുന്നു. ഏതൊക്കെയാണ് 8 വിധം? ധനം, ധാന്യം, സന്താനം, ജയം, ധൈര്യം, ആയുധബലം, രാജ്യം, വാഹനം. ഇതാണ് 8 ഐശ്വര്യങ്ങൾ. ഈ 8 ഐശ്വര്യങ്ങളെയും അവൻ വളരെ പെട്ടെന്ന് തന്നെ നേടുമെന്ന് ശങ്കരാചാര്യർ പറയുന്നു. അത്രയും മഹിമയോട് കൂടിയിട്ടുള്ള സ്തോത്രരത്നമാണ് ഈ മഹാഗണേശ പഞ്ചരത്നം എന്ന സ്തോത്രം. അപ്പൊ ഈ ഫലശ്രുതി ഇവിടെ അവസാനം പറയുന്നത് ഭക്തർ ഇതിന്റെ മഹിമ മനസ്സിലാക്കിയിട്ടെങ്കിലും ഇത് ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഈ മഹിമ ശങ്കരാചാര്യർ വെറും വാക്ക് പറയില്ല, അദ്ദേഹം സത്യവാക്കാണ്. അപ്പൊ അദ്ദേഹം ഇതിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്തോത്രത്തിന്റെ ഫലം തന്നെയാണ്, അത് ഉറപ്പിക്കണം. ആ ഉറപ്പോടുകൂടി ശ്രദ്ധയോടുകൂടി ഇത് ജപിച്ചാൽ ഈ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. ഇതി ശ്രീമദ് ശങ്കര ഭഗവത് പാദകൃത ശ്രീ ഗണേശ പഞ്ചരത്ന സ്തോത്രം സമ്പൂർണം. അങ്ങനെ ഭഗവത് പാദരായിട്ടുള്ള ശ്രീമദ് ആദിശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള ശ്രീ ഗണേശ പഞ്ചരത്ന സ്തോത്രം ഇവിടെ സമ്പൂർണമാകുന്നു. ഇതാണ് ശ്രീ മഹാഗണേശ പഞ്ചരത്ന സ്തോത്രം. ഇതിൻ്റെ ഈ ലളിതമായ വ്യാഖ്യാനം നിങ്ങൾക്കെല്ലാം ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. ഈ അർത്ഥമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ചെറിയ സ്തോത്രമാണ്, 5 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കി പ്രഭാതത്തിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇത് ചൊല്ലാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസത്തിലെങ്കിലും ചൊല്ലുക. ഗണേശ ചതുർത്ഥി പോലത്തെ ദിവസങ്ങളിൽ വളരെ വിശേഷമാണ്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഈ പഞ്ചരത്ന സ്തോത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഭൂതിയെ ഉറപ്പായും നേടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വ്യാഖ്യാനത്തെ ആ ഭഗവാന്റെ ആ ഗണപതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരി ഓം.